ഹലോ എവ്രിവൺ, വെൽക്കം ടു ജിസ് ബി എഡ് ക്ലാസ്സസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ചധികം പാർട്ടുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ വൈസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വെച്ച് ഡിസ്കസ് ചെയ്യും. ഇനി ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല ചില ക്വസ്റ്റ്യൻസ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ന്യൂ സെഷൻ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്റർ 1 നമുക്ക് മെയിൻലി വരുന്നത് മീനിങ് ഓഫ് എൻവയോൺമെന്റ് വരുന്നുണ്ട്, ഡെഫിനിഷൻ, ടൈപ്പ്, എൻവയോൺമെന്റിന്റെ ഈ കാറ്റഗറീസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഒരിക്കലും ഇന്ന ആള് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കില്ല. ബട്ട് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം, എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളതിന്റെ മീനിങ്ങും നിങ്ങൾക്ക് എക്സാം ഹാളിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. കാരണം നമുക്കറിയാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് അല്ലെ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മീനിങ്ങും ഡെഫിനേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മീനിങ് ഡെഫിനേഷൻ ഒക്കെ പഠിക്കേണ്ട കേട്ടോ. അല്ലാതെ എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്നും തിരിച്ച് എഴുതാൻ പറ്റുന്ന, അതായത് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്ന ഡെഫിനേഷൻസ് ഒക്കെ നമുക്കറിയാം. ഒരിക്കലും നമ്മുടെ വേർഡിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അയാൾ എങ്ങനെയാണോ പറഞ്ഞത് അതേ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഡെഫിനേഷൻ മാത്രം പഠിച്ചു വെക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ ഡെഫിനേഷൻസും എടുത്ത് പഠിക്കുക. ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഒരു ഡെഫിനേഷൻ എന്നുള്ള ഫോർമാറ്റിൽ പഠിച്ചു പോവാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് വരുന്നുണ്ട്. അവയർനെസ്, ആറ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ് ആൻഡ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ്, ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റ് സെഷൻ ആയിട്ട് വരുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ഗോൾ, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് എസ് എ ടൈപ്പ് ആയിട്ട് അധികവും വന്ന് കണ്ടിട്ടുള്ളത് നമ്മളൊരു പ്രോബിലിറ്റി ബേസിലാണ് പറയുന്നത് കേട്ടോ. ഒരു 7 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കേട്ടിട്ടുള്ളത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് കമ്പോണന്റ്. അതൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ആൻഡ് നമുക്കറിയാം ഓരോ ചാപ്റ്ററിൽ നിന്നും 2 എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമുക്ക് ടോട്ടൽ 5 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 5 ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യനും ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ചാപ്റ്ററിൽ നിന്നും 2 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പാറ്റേണിൽ, എക്സാം പാറ്റേണിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും യൂഷ്വലി ചോദിച്ച് കാണാറുള്ളത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഗോള്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടന്റ്, സ്കോപ്പ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോക്കൽ ആസ്പെക്ട്, ഗോൾസ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഫോർമാറ്റിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റും ആൻഡ് ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനും ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ അവയർനെസ്, ആറ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ് ആൻഡ് സെൻസിറ്റിവിറ്റി ഈ പാർട്ടിൽ നിന്നാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം, എന്നല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് എന്നുള്ള പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് എൻവയോൺമെന്റൽ അവയർനെസ് മുതലുള്ളത് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി വരെ പഠിക്കാം. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യണം എന്നുള്ള ലെവലിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കംപ്ലീറ്റ് വായിച്ച് പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു പോകുക എന്നുള്ള ഫോർമാറ്റിലാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാമെന്നാണ്. ഇൻ കേസ് 2 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാത്ത പാർട്ടിൽ നിന്ന് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ലെവലിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആരെങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്യണേ.
ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മൾ പഠിക്കണം അല്ലെ. ഇതിന് വേണ്ടിയിട്ടാ നമുക്ക് എസ് എ ക്വസ്റ്റ്യനിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ബാധിക്കുന്ന അതിന്റെ സറൗണ്ടിങ്സിലുള്ള എല്ലാ കാര്യത്തിനെയും നമുക്ക് അത് എൻവയോൺമെന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അതായത് അതിനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറയാം. ഡിക്ഷണറി മീനിങ് നോക്കുകയാണെങ്കിൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് ദ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് എ തിങ് എന്നുള്ള ലെവലിൽ നമുക്ക് എൻവയോൺമെന്റിനെ പറയാവുന്നതാണ്. അതായത് ഇപ്പൊ മനുഷ്യന്റെ കേസിൽ, മാനിന്റെ കേസിലാണ് നമ്മൾ എന്താണ് മനുഷ്യന്റെ എൻവയോൺമെന്റ് എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ ആ മനുഷ്യനെ സറൗണ്ട് ചെയ്തിട്ടുള്ള അയാളെ ബാധിക്കുന്ന എല്ലാ കണ്ടീഷനുകളെയും നമുക്ക് എൻവയോൺമെന്റ് ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ചെക്കായിട്ട് നിൽക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മീനിങ് ഓഫ് എൻവയോൺമെന്റ് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി കമ്പോണന്റ് ഓഫ് എൻവയോൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കമ്പോണന്റും അതുപോലെ തന്നെ മാൻമെയ്ഡ് കമ്പോണന്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് എൻവയോൺമെന്റ് പഠിക്കണം. അതായത് എന്താണ് എൻവയോൺമെന്റ് എന്നുള്ളത് ഡിഫറെന്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ഡെഫിനിഷന് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ഓൾമോസ്റ്റ് സെയിം സംഭവങ്ങൾ തന്നെയാണ് കൺവേ ചെയ്യുന്നത്, ബട്ട് ഡിഫറെന്റ് വേർഡ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്. മെയിൻലി നാച്ചുറൽ എൻവയോൺമെന്റും മാൻമെയ്ഡ് എൻവയോൺമെന്റും ആണുള്ളത്. ഈ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ നിന്നും ഈ ഒരു എന്താ പറയാ കോൺസെപ്റ്റ് ചാർട്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഈ ഒരു മോഡലിലുള്ളതിന് ഈ ഒരു കോൺസെപ്റ്റ് ചാർട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻവയോൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്, നാച്ചുറൽ എൻവയോൺമെന്റ് ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെന്റ്. മാൻമെയ്ഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് മാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻവയോൺമെന്റ്, അത് എന്താ മെയിൻലി മാനിന്റെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ആ കൾച്ചറിൽ തന്നെ സൊസൈറ്റി, എക്കണോമിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള 3 പാർട്ടുകളുണ്ട്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ചോദിച്ചാൽ നാച്ചുറൽ എൻവയോൺമെന്റ്, മാൻമെയ്ഡ് എൻവയോൺമെന്റ് എന്ന് എഴുതാം. മാൻമെയ്ഡ് എൻവയോൺമെന്റിൽ കൾച്ചറൽ, സൊസൈറ്റി, എക്കണോമിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് വരുന്നത്. ഇനി നാച്ചുറൽ എൻവയോൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, അബയോട്ടിക് എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയാം, ആൻഡ് ബയോട്ടിക് എൻവയോൺമെന്റ് ഉണ്ട്. ഈ ബയോട്ടിക് എൻവയോൺമെന്റ് ഫിസിക്കൽ എൻവയോൺമെന്റിനെല്ലാം നമ്മൾ വീണ്ടും ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് പാർട്ടിൽ വരുന്ന ലാൻഡ് ഏരിയാസിനെയൊക്കെയാണ് നമ്മൾ മെയിൻലി ലിത്തോസ്ഫിയർ എന്നുള്ള ലെവലിൽ പറയുന്നത്. ഇനി ഹൈഡ്രോസ്ഫിയർ ഉണ്ട് അല്ലെ, നമുക്ക് എന്തുണ്ട് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിനെ തന്നെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെ 3 ഇത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് എന്നുള്ളതല്ലാതെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഡിസ് ചെയ്ത ആ ഒരു പാറ്റേണും ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ഒക്കെ നിങ്ങൾക്ക് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എൻവയോൺമെന്റ് എന്ന് കൊടുക്കണം, എൻവയോൺമെന്റിന്റെ മീനിങ് എന്താണെന്ന് കൊടുക്കണം, ആൻഡ് ഡെഫിനിഷൻ കൊടുക്കണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ കണ്ടന്റ് പാർട്ടാണ് വരിക. കണ്ടന്റ് പാർട്ടിൽ മെയിൻലി 2 ടൈപ്പാണ് ഉള്ളത്, നാച്ചുറൽ എൻവയോൺമെന്റ് ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെന്റ്. എന്നിട്ട് നാച്ചുറൽ എൻവയോൺമെന്റ് എന്താണെന്നുള്ളത് ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, മാൻമെയ്ഡ് എൻവയോൺമെന്റ് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം. പിന്നീട് ഈ ഒരു കൺസെപ്റ്റ് ചാർട്ട് നിങ്ങൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത് ഈ ഒരു കോൺസെപ്റ്റ് ചാർട്ട് കണ്ടാൽ തന്നെ എല്ലാ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് പേജ് കവർ ചെയ്യാനുണ്ട് അല്ലെ, ഒരു 6 pages 6 sides 3 pages 3 പേപ്പറും 6 സൈഡുകളിലായിട്ടല്ലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓരോ പാർട്ടിനെയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ
ഒന്ന് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെന്റൻസ് ഉണ്ടായാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കൺക്ലൂഷൻ ആ ഒരു പാറ്റേണിലാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതേണ്ട കേട്ടോ. ഇനി ബയോട്ടിക് എൻവയോൺമെന്റ് നോക്കിയാൽ ബയോസ്ഫിയർ ആണ് വരുന്നത്. ടെറസ്ട്രിയൽ ഉണ്ട്, അക്വാട്ടിക് ഉണ്ട്. അതിൽ ടെറസ്ട്രിയലിനെ തന്നെ നമ്മൾ ഫ്ലോറ, ഫോണ, അതേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്വാട്ടിക് ഓർഗാനിസത്തിലെ ഫ്രഷ് വാട്ടർ, മറൈൻ, എക്സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് വരുന്നത്. ഈ ഓരോ സിംഗിൾ ടോപ്പിക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ട്, മാൻമെയ്ഡ് എൻവയോൺമെന്റ് ഉണ്ട്. നാച്ചുറൽ എൻവയോൺമെന്റിൽ ലിവിംഗ് കമ്പോണന്റ് ഉണ്ട്. ലിവിംഗ് കമ്പോണന്റ് നാച്ചുറൽ എൻവയോൺമെന്റിൽ വരുന്ന ലിവിംഗ് കമ്പോണന്റുകളെയാണ് നമ്മൾ ബയോട്ടിക് എൻവയോൺമെന്റ് എന്ന് പറയാം. ആൻഡ് ഫിസിക്കൽ കമ്പോണന്റുകൾ, നോൺ ലിവിംഗ് ആയിട്ടുള്ള കമ്പോണന്റുകളെ നമ്മൾ അബയോട്ടിക് എൻവയോൺമെന്റ് എന്ന് പറയും. ലിവിംഗ് കമ്പോണന്റുകൾ തന്നെ ടെറസ്ട്രിയൽ, കരയിൽ ജീവിക്കുന്നതുണ്ട്, അക്വാട്ടിക് എന്താ പറയാ വാട്ടറിൽ ജീവിക്കുന്നതുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെറസ്ട്രിയലിനെ നമ്മൾ വീണ്ടും ഫ്ലോറ, ഫോണ, അതേഴ്സ് ആയിട്ടും അക്വാട്ടിക്കിനെ ഫ്രഷ് വാട്ടർ, മറൈൻ, എക്സ്ട്രെയിൻ ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫിസിക്കൽ കമ്പോണന്റിൽ വരുമ്പോൾ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ് ലിത്തോസ്ഫിയർ, എന്താണ് ഹൈഡ്രോസ്ഫിയർ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് കാണുന്ന ലെയർ ആണ്. അത് മെയിൻലി സോയിലും റോക്സ് ഒക്കെയാണ് അതിലുള്ളത്. ഇനി ഹൈഡ്രോസ്ഫിയർ വരുമ്പോൾ മെയിൻലി വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെയാണ് ഹൈഡ്രോസ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓഷ്യന്, സീ, റിവർ, സ്ട്രീംസ് പോലെയുള്ള വാട്ടർ ബോഡീസ് ഒക്കെയാണ് ഹൈഡ്രോസ്ഫിയറിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിനെ ചുറ്റും സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ഗ്യാസസ് എൻവലപ്പിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിനെ വീണ്ടും ലെയേഴ്സുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ്മോസ്ഫിയറും ലിത്തോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അറ്റ്മോസ്ഫിയറിന്റെ 5 ലെയേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഓർഡറിലാണ് പോകുന്നത്, പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിന്റെ ഹൈറ്റ് കൂടുന്തോറും ആദ്യം ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെയറിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ലെയറിൽ വരിക. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടും. അടുത്ത ലെയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയും. ആ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടെമ്പറേച്ചറും ഹൈറ്റും തമ്മിലുള്ള വേരിയേഷൻ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റിന്റെ വേരിയേഷൻ കൂടെ ഒന്ന് പഠിച്ചെടുക്കാം. ട്രോപ്പോസ്ഫിയർ വരുന്നത് 0 to 10 to 50 കിലോമീറ്റർ ആണ് വരുന്നത്. സ്ട്രാറ്റോസ്ഫിയർ 15 to 50 കിലോമീറ്റർ ആണ് വരുന്നത്. മീസോസ്ഫിയർ 50 to 85 കിലോമീറ്റർ. അങ്ങനെ ആ ഒരു ഹൈറ്റിന്റെ പാർട്ടും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കോൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വെതറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനോമിനാസ് ഒക്കെ ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഒക്കെ ഉള്ളത്. അങ്ങനെ ഓരോ ലെയറിനും ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സവിശേഷത ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളതൊന്ന് പഠിച്ചേക്കാം. ഓക്കെ. മീസോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. അതാണ് മീസോസ്ഫിയറിന്റെ പ്രത്യേകത. തെർമോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എയർ ഭയങ്കര തിന്നായിരിക്കും. പിന്നെ ഈ അയണൈസേഷൻ പ്രോസസ്, അയണോസ്ഫിയർ ഒക്കെ ഈ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന അയണോസ്ഫിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടുകളൊക്കെ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് കാണുന്നത്. ഇനി എക്സോസ്ഫിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് എക്സോസ്ഫിയർ വരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടാബുലർ കോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സിനെ കുറിച്ചിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടേബിൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് മാപ്പും പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന സെക്ഷൻ യൂഷ്വലി 5 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എൻവയോൺമെന്റൽ അവയർനെസ്, അതുപോലെ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്നുള്ള പാർട്ട് കേട്ടോ. ഇത് യൂഷ്വലി നമ്മൾ 5 മാർക്ക് ആയിട്ടാണ് ചോദിക്കാറുള്ളത്.
ഇനി 5 മാർക്ക് അല്ലാതെ ഈ 4 ടോപ്പിക്കുകളും കൂടെ എക്സ്പ്ലെയിൻ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെന്റൽ അവയർനെസ്, എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ആൻഡ് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്നുള്ള ലെവലിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ എന്താ റയറായിട്ടാണ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Environmental awareness എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a basic understanding of the environment and its problem. It is gained through studying subject like physics, bioscience, and geography. Environmental awareness എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള അറിവിനെയാണ് എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമുക്ക് എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ഫീലിംഗ്സ് ആൻഡ് ബിലീഫ്സ് വി ഹാവ് ടുവേർഡ്സ് അവർ എൻവയോൺമെന്റ്. നമുക്ക് എൻവയോൺമെന്റിനോടുള്ള ഫീലിംഗ്സിനെയാണ് എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആയിട്ടാവാം, നെഗറ്റീവ് ആയിട്ടായിരിക്കില്ല. ചില ആളുകൾക്ക് എൻവയോൺമെന്റിന് എന്തെങ്കിലും ഡാമേജ് വരുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയോ പ്രത്യേകിച്ചൊരു ഫീലിംഗ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ എനിക്ക് എവിടെയെങ്കിലും കളയണം, അത് ഞാൻ ഇവിടെ കളഞ്ഞു, അങ്ങനെ ഒരു ഫീലിംഗ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ചില ആളുകൾക്ക് ഞാനിപ്പോ ഇതിവിടെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ലീച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കും, അത് ഡിസീസസ് സ്പ്രെഡ് ചെയ്യും, അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കൺസേൺ ഉണ്ടായിരിക്കാം. അപ്പൊ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റിനോടുള്ള ഫീലിംഗ്സ് അല്ലെങ്കിൽ ബിലീഫ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എൻവയോൺമെന്റൽ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് റെഫേഴ്സ് ടു എ പേഴ്സൺ നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഹെൽപ് ദം ഇന്ററാക്ട് വിത്ത് ആൻഡ് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. അതായത് നമുക്ക് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള അറിവിനെയും അതുപോലെ തന്നെ ഒരു പേഴ്സണിന്റെ നോളജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡിനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു കാര്യം എൻവയോൺമെന്റിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരാളുടെ ഒരു കാര്യത്തിനോടുള്ള ഒരു ഇന്റലിജൻസ് എന്ന് പറയില്ലേ, ആ കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്കോളജിക്കൽ ഇന്റലിജൻസ് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് നേച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നതാണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി. ഈ ഒരു പാർട്ടിൽ ലാസ്റ്റ് വരുന്നത് കേട്ടോ. ദിസ് ഇസ് എൻ ഇൻഡിവിജ്വൽ എബിലിറ്റി ടു സെൻസ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ എൻവയോൺമെന്റ്. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയാനുള്ള, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അറിയാനുള്ളതും അറിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. നമ്മൾ ചില ലിവിങ് ഓർഗാനിസത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ചില ലിവിങ് ഓർഗാനിസത്തിനൊക്കെ എക്സ്ട്രീം ടെമ്പറേച്ചറിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആ ഒരു എൻവയോൺമെന്റിന്റെ ചേഞ്ചസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി കാണിക്കുന്ന കുറച്ച് ആനിമൽസിനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ്, ബേർഡ്സ്, മൈസ്, മങ്കി, അതൊക്കെ ഇങ്ങനെ ആനിമൽസിൽ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന കുറച്ച് ആനിമൽസ് ആണ് കേട്ടോ. ഇതുപോലെ പംകിൻ സീഡ് ഫിഷ്, സീബ്ര ഫിഞ്ചസ്, മൈസ്, പ്രൈമേറ്റ്സ് ഒക്കെ ഇങ്ങനെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി എന്നുള്ള പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് അത് നമ്മൾ നടപ്പിലാക്കുക, എന്തൊക്കെയാണ് അതിന്റെ സ്കോപ്പ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് അബൌട്ട് ദ ഫോക്കൽ ആസ്പെക്ട്, ഗോൾസ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. Environmental education എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is an interdisciplinary process that aims at equipping people with the knowledge, attitude, skills and motivation that they need to help resolve environmental issues. Environmental issuesനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ
ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാളുടെ ഏറ്റവും അടുത്ത ഫാമിലിയിൽ നിന്നാണ് അല്ലെ. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് അറിയുന്നത് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ് അല്ലെ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 5 വയസ്സ് വരെ ആൾക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, പിന്നെ ആൾക്ക് വേണ്ട, അങ്ങനെയല്ല അല്ലെ. നമ്മൾ എത്രത്തോളം കാലം ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ അറിയാതെ പല മെത്തേഡുകളിലൂടെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ലൈഫ് ലോങ് ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. യുനെസ്കോന്റെ 2 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കാട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. കാരണം നമ്മൾ കുറെ ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ആൻസർ ഷീറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അത് നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് കുറെ നേരം സ്പെൻഡ് ചെയ്യണ്ട. ഓക്കെ, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് അറിയാം, എന്നിട്ട് അറിഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തിക്കുക, അതിനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. അതായത് നമ്മൾ ഡിഫറെന്റ് ഡിസിപ്ലിൻസിലൂടെ, ഒരൊറ്റ ഡിസിപ്ലിനിലൂടെ മാത്രമല്ല ഡിഫറെന്റ് ഡിസിപ്ലിൻസിലൂടെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ആൻഡ് സ്കോപ്പ് ഉണ്ട്, നല്ല വൈഡ് സ്കോപ്പ് ഇഷ്യൂ ആണ്. അതുപോലെ ഡൈവേഴ്സ് ലേണിംഗ് മെത്തേഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതുപോലെ ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ്, അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സുകളിലൂടെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നേടിയെടുക്കാറുള്ളത് അല്ലെ. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് അല്ലെ. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലൂടെ ആളുകളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയാവുന്നതാണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഫോക്കൽ ആസ്പെക്ട്, അതായത് കോർ തീമുകൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഈ ഒരു പാർട്ടാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു പേപ്പർ, ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു സമ്മറിയാണ് ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് വരുന്നത്. ഫസ്റ്റ് ഫോക്കൽ ആസ്പെക്ട് ആയിട്ട് വരുന്നതാണ് നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് കുറച്ചധികം റിസോഴ്സസുകൾ ഉണ്ട്, എൻവയോൺമെന്റിന് കുറച്ചധികം നാച്ചുറൽ റിസോഴ്സുകൾ ഉണ്ട്, അത് കുറച്ചധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലംസിനെ എങ്ങനെ സൊല്യൂഷൻ കൊണ്ടുവരാം, അതാണ് നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്നുള്ള തീമിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. എൻവയോൺമെന്റിന്റെ ഓരോ പാർട്ടിലും അതിൻ്റെതായിട്ടുള്ള പൊല്യൂഷൻസ് നടക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ഹസാർഡ്സുകൾ ഉണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് പാർട്ട് ഇമ്പോർട്ടൻറ്റ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഫോർത്ത് പാർട്ട് എൻവയോൺമെന്റൽ കൺസർവേഷൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എൻവയോൺമെന്റിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചധികം പോളിസീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഫോർത്ത് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പാർട്ട് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. സിക്സ് പാർട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം. അപ്പൊ ഈ 6 പാർട്ടുകളും നിങ്ങൾ ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. അതായത് നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന റിസോഴ്സസ് ഉണ്ട്, ആൻഡ് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ സൺലൈറ്റ് പോലെയുള്ളത് നമ്മൾ ഉപയോഗിച്ചെന്ന് വിചാരിച്ചത് തീർന്നു പോകുന്നില്ല, അങ്ങനത്തെ റിസോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ലാൻഡ് റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സ്, വാട്ടർ റിസോഴ്സ്, മിനറൽ റിസോഴ്സ്, ഫുഡ് റിസോഴ്സ്, എനർജി റിസോഴ്സസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഈ ഒരു പാർട്ട് ഓരോ റിസോഴ്സുകളെ കുറിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി തേർഡ് വൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ് ആണ്. എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്ത്ക്വേക്ക്, വോൾക്കാനോ എക്സ്പ്ലോഷൻ, ഫോറസ്റ്റ് ഫയർ, സുനാമി, ഫ്ലഡ്, ന്യൂക്ലിയർ ആക്സിഡന്റ്, ലാൻഡ് സ്ലൈഡ്, സൈക്ലോൺ, ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ഒക്കെയാണ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ള പാർട്ടിൽ വരുന്നത്. ഓരോന്നും നമുക്ക് ഓരോ ചാപ്റ്റേഴ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് important environmental problems are global warming, greenhouse effect, depletion of ozone layer, acid rain, extinction of flora and fauna, solid waste management.
ഫോർത്ത് വൺ എൻവയോൺമെന്റൽ കൺസർവേഷൻ ലോസ് ആണ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കൺസർവേഷൻ ലോസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് നമ്മൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ചാപ്റ്ററുകളിലൊക്കെ ഈ ഒരു ഫോക്കൽ ആസ്പെക്ട് തന്നെയാണ് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 6 ഫോക്കൽ ആസ്പെക്ടുകളാണ് ഉള്ളത്. അതിന്റെ അണ്ടറിൽ ഈ പോയിന്റ്സുകളൊക്കെയാണ് വരുന്നത് എന്നുള്ള ഫോർമാറ്റിൽ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക. ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആയിരിക്കും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ആൻഡ് അവയർനെസ്, ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ആ ഒരു പാർട്ടിൽ നിന്നായിരിക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു പാർട്ടിൽ നിന്നായിരിക്കും വരിക. ഓക്കെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. 1 സെക്കൻഡ്. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്, പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ആണ്. അതായത് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റിൽ കുറച്ചധികം റിസോഴ്സുകൾ ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ നാച്ചുറൽ റിസോഴ്സിന് ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ പ്രോബ്ലംസിലേക്ക് എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ലാൻഡ് റിസോഴ്സ് ഉണ്ട്. ലാൻഡ് റിസോഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിനെയും അതിനെങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോറസ്റ്റ് റിസോഴ്സ് ഉണ്ട്, വാട്ടർ റിസോഴ്സ്, മിനറൽ റിസോഴ്സ്, ഫുഡ് റിസോഴ്സസ് ആൻഡ് എനർജി റിസോഴ്സസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ഏത് പാർട്ടിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അല്ലെ. ഇപ്പൊ ഇന്ന റിസോഴ്സിനെ കുറിച്ച് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എല്ലാ റിസോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫോറസ്റ്റ് റിസോഴ്സസ് ആൻഡ് പ്രിവെൻഷൻ ആൻഡ് സൊല്യൂഷൻ ആ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എനർജി റിസോഴ്സസ്, ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിനെ കുറിച്ചിട്ട് എസ് എഴുതാനും ഒക്കെ പറയാറുണ്ട്. ആൻഡ് ഫുഡ് റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു പാർട്ട് മാത്രമല്ല ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഫോർമാറ്റിൽ പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു ചാപ്റ്ററിൽ എല്ലാതും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ ഓക്കെ, യൂഷ്വലി ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ള ലെവലിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ മിനറൽ റിസോഴ്സസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്നുള്ള ഫോർമാറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എനർജി റിസോഴ്സസ് ആൻഡ് ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് എന്നുള്ള ഫോർമാറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് സ്റ്റെപ്സ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ലെവലിൽ ഫുഡ് റിസോഴ്സിന്റെ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, യൂഷ്വലി നമ്മളൊരു ഹോൾഡറായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ റിസോഴ്സുകളും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എനർജി റിസോഴ്സ്, ഫുഡ് റിസോഴ്സ് ആൻഡ് മിനറൽ റിസോഴ്സ്, ഫോറസ്റ്റ് റിസോഴ്സും നല്ല രീതിക്ക് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതൊരു റിസോഴ്സിനെ കുറിച്ച് ചോദിച്ചാലും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട പാറ്റേൺ ഇപ്പോൾ ലാൻഡ് റിസോഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലാൻഡ് റിസോഴ്സ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ കൊടുക്കുക. ലാൻഡ് റിസോഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കണ്ടക്ട് പാർട്ടിൽ കൊടുക്കുക. അതിനെങ്ങനെ സൊല്യൂഷൻ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് കൺക്ലൂഷൻ പാർട്ടിൽ കൊടുക്കാം. ആ ഒരു പാറ്റേണിലാണ് എസ്സേ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് ലാൻഡ് റിസോഴ്സ് എന്നുള്ള ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 കോണ്ടിനെന്റ് ഫോർമാറ്റിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. അതിൽ ഹൈറ്റ് വേരിയേഷന്റെ ബേസിസിൽ തന്നെ നമ്മൾ ലാൻഡ് റിസോഴ്സിനെ ഡിഫറെന്റ് ഫോംസിൽ അറിയപ്പെടാറുണ്ട്. മൗണ്ടെയിൻസ്, ഹിൽസ്, പ്ലാറ്റിയസ്, പ്ലെയിൻസ്, വാലീസ് ഒക്കെ ആയിട്ട് ഹൈറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ലാൻഡ് റിസോഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ലാൻഡ് റിസോഴ്സ് അഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് സോയിൽ ഇറോഷൻ, ലാൻഡ് സ്ലൈഡ് ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ വാട്ടറൊക്കെ ഈ സോയിലിന്റെ ടോപ്പ് ലെയറിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന, ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയാം. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ. അതായത് ശക്തമായിട്ട് കാറ്റ് വീശുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പർ ആയിട്ട് മരങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പ്ലേസിലുള്ള ടോപ്പ് സോയിലിനെ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക?
യൂഷ്വലി ഫെർട്ടൈൽ ആയിട്ടുള്ള പാർട്ടുകളൊക്കെ സോയിലിന്റെ അപ്പർ ലെയറുകളിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും മിനറൽസ് ഒക്കെ അല്ലെ. അപ്പൊ അത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ആ ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു പ്ലേസ് എന്താവും ഫെർട്ടൈൽ അല്ലാതെ ആവുന്നതാണ്. ഓക്കെ, അവിടെ പിന്നീട് ഗ്രോത്ത്, പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഒക്കെ പോസിബിൾ അല്ലാത്ത ഒരു കണ്ടീഷനിലോട്ട് ഡെസേർട്ട് ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പൊ അതാണ് സോയിൽ ഇറോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോയിൽ ഇറോഷന്റെ നാച്ചുറൽ ഫാക്ടേഴ്സും മാൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് മെയിൻലി സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ട്രീസിനെയൊക്കെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓവറായിട്ട് ഫോറസ്റ്റ് നശിപ്പിക്കുക, മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പ്ലാന്റുകളൊക്കെ നശിച്ചു പോകും അല്ലെ. അപ്പോൾ എന്ത് സംഭവിക്കും? സോയിൽ ഇറോഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ശക്തിയായിട്ടുള്ള കാറ്റ് വീശിയാലും അതിന്റെ ടോപ്പ് സോയിൽ ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലോട്ട് ഡ്രിഫ്റ്റ് ആയി പോകത്തില്ല അല്ലെ. കാരണം എന്താ, ആ സോയിലിനെ പിടിച്ചു നിർത്താൻ അവിടെ ട്രീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ട്രീസ് ഡിസ്ട്രക്ട് ചെയ്യുമ്പോൾ യൂഷ്വലി സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്താവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ലാൻഡ് സ്ലൈഡ് ആണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസ് ഓഫ് എർത്ത് ആൻഡ് റോക്സ് പെട്ടെന്ന് ഒരു മൗണ്ടൻ സ്ലോപ്പിലൂടെ താഴോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതൊരു നാച്ചുറൽ റിസോഴ്സസ് ആണ്. ജനറലി നല്ല മഴയുള്ള സ്ഥലങ്ങളിലെ ആ ഒരു ഇപ്പൊ ഓരോ സോയിലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അതിൽ കൂടുതൽ വെള്ളം ആ ഒരു പ്ലേസിൽ ആ ഒരു മണ്ണിന് ഹോൾഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ലാൻഡ് സ്ലൈഡ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും? അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അത് താഴോട്ട് വരും. ആ ഒരു പ്രോസസ്സിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വയനാട്, ചൂരൽമലയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ലാൻഡ് സ്ലൈഡ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, അതിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കോസസ് ഉണ്ട്, നാച്ചുറൽ കോസസ് ഉണ്ട്. അതായത് യൂഷ്വലി ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഓവറായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിൽ സ്ലോപ്പുകളിലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാറുണ്ട്? ഈ വെള്ളം യൂഷ്വലി ഒഴുകി പോകേണ്ട സ്ഥലങ്ങളിൽ ഒഴുകി പോവാതെ അത് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു മണ്ണിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുകയാണ് യൂഷ്വലി എന്ത് ചെയ്യാറുള്ളത്? ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പറയാം. ഇനി ഡെസേർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാം? ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത അൺഫെർട്ടൈൽ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡെസേർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ് പറയാം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മരുഭൂമികളുടെ പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സഹാറ ഡെസേർട്ട്, അതുപോലെ വെസ്റ്റ് അറേബ്യൻ ഡെസേർട്ട് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ മെയിൻലി യൂഷ്വലി ഒരു ലാൻഡ് ഇങ്ങനെ ഡെസേർട്ട് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഫെർട്ടൈൽ അല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ആക്ടിവിറ്റീസ് കാരണം അതിന്റെ ഏരിയ കൂടാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണമാവാറുണ്ട് അല്ലെ. മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് ത്രൂ ഡെസേർട്ടിന്റെ ഏരിയ എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള റീസൺസ് ഉണ്ട്. അതായത് ഇപ്പൊ ഓൾറെഡി ഒരു ലാൻഡ് ഫെർട്ടൈൽ അല്ല, അപ്പൊ അതിന് തൊട്ട് അടുത്തുള്ള ലാൻഡുകൾ എന്ത് ചെയ്യാറുണ്ട്? ഫെർട്ടൈൽ അല്ലാതായി മാറാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. കാരണം ഈ നല്ല കാറ്റ് വീശുന്ന സമയത്തൊക്കെ ഈ സോയിൽ എന്താ പറയാ, സോയിൽ ഇറോഷനൊക്കെ ഉണ്ടായിട്ട് അത് അങ്ങനെ വീണ്ടും അതായി മാറാനുള്ള, ഈ ഒരു ഏരിയ എക്സ്റ്റെൻഡ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് വളരുന്ന സീറോഫൈറ്റ് പോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഈ ബോർഡർ ഏരിയയിൽ, സോയിൽ ഡെസേർട്ടിന്റെ ബോർഡർ ഏരിയയിലൊക്കെ പ്ലാന്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് മെത്തേഡുകളിലൂടെ നമുക്ക് ഈ സോയിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡിഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിംഗ് പോലെയുള്ള മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ത്രൂ ആണ് യൂഷ്വലി ഇങ്ങനെ ഡെസേർട്ട് ആയിട്ട് മാറാട്ടോ. ഫെർട്ടൈൽ ലാൻഡ് തന്നെ ഡെസേർട്ട് ആയിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള ഓവർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ത്രൂ ആണ്. അപ്പോൾ മാൻ ഇൻഡ്യൂസ്ഡ് ഫാക്ടേഴ്സ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഡിഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിംഗ്, എക്സസീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഡെസർട്ടിഫിക്കേഷൻ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോഫൈറ്റ് പോലെയുള്ള പ്ലാന്റ്സുകൾ ബോർഡർ സോണിൽ നിങ്ങൾക്ക് വെക്കാം. അതുപോലെ തന്നെ ഓൾറെഡി ഡെസേർട്ട് ആയിട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് ഫെർട്ടൈൽ ലാൻഡ് ആക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലെ. നമ്മൾ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ പ്രോസസ്സുകളൊക്കെ നടപ്പിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫെർട്ടൈൽ ലാൻഡ് ആക്കിയിട്ട് അതിനെ മാറ്റാവുന്നതാണ് അല്ലെ. കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെസേർട്ടിനെ ഫെർട്ടൈൽ ലാൻഡ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിവെൻഷൻ ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ലാൻഡ്
നെക്സ്റ്റ് കുറച്ച് മെത്തേഡ്സുകളൊക്കെ പറയുന്നുണ്ട്. അഗ്രോണോമിക് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സ് കൊടുക്കാം. ഫോറസ്റ്റ് റിസോഴ്സ് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ളത്. നമ്മൾ നമ്മുടെ എന്താ പറയുക ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈനിങ് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ലാൻഡിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഡീഫോറസ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? പ്രോപ്പർ ആയിട്ടുള്ള ലോസുകളിലൂടെ മാത്രമേ നമുക്ക് ഡിഫോറസ്റ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. ഇത്ര എമൗണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് ലോസുകളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസുകളൊക്കെ കൊണ്ടുവന്നു തരുന്നതിലൂടെ നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സിന്റെ ഫേസ് ചെയ്യുന്ന ഡിഫോറസ്റ്റേഷൻ എന്നുള്ള പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് വാട്ടർ റിസോഴ്സ് ആണ്. വാട്ടർ റിസോഴ്സ് നമ്മുടെ 70% ഓഫ് ദ എർത്ത് കവർ ചെയ്തിരിക്കുന്നത് വാട്ടർ വെച്ചിട്ടാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ്. ബ്ലൂ പ്ലാനറ്റ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വിസിബിൾ ആകുന്ന ഫോർമാറ്റിൽ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ആ ഒരു എന്താണ് ആ റിസോഴ്സ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ റിസോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കൂടെ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. വാട്ടർ റിസോഴ്സ്, ഇന്ത്യയിലുള്ള വാട്ടർ റിസോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെയിൻ വാട്ടർ ഉണ്ട്, സർഫസ് ഫ്ലോ വാട്ടർ ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. റെയിൻ വാട്ടറിൽ നമ്മളെ സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സർഫസ് ഫ്ലോ വാട്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സർഫസ് ഫ്ലോ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ ബോഡീസിലെ, അതായത് ലേക്ക്, പോണ്ട്, റിവേഴ്സ് പോലെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ സർഫസ് ഫ്ലോ വാട്ടർ എന്ന് പറയുക. മെയിൻലി നമുക്ക് ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര, ഗോദാവരി, കൃഷ്ണ, നർമ്മദ, താപ്തി, മഹാനദി, വൈഗ, അതുപോലെ കാവേരി പോലെയുള്ള റിവേഴ്സ് ആണ് മേജർ റിവേഴ്സ് ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ ഫ്രഷ് വാട്ടർ നമുക്ക് അസസ് ചെയ്യുന്നത് സർഫസ് ഫ്ലോ വാട്ടറിലൂടെയും അതുപോലെ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിലൂടെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ യൂഷ്വലി കിട്ടുന്നത് അല്ലെ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുക. അതായത് നമ്മൾ യൂഷ്വലി കുഴിച്ചെടുത്തിട്ടൊക്കെയാണ് നമ്മൾ കിണറുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഗ്രൗണ്ട് വാട്ടർ ആണ്. ഓക്കെ, ആ ഒരു രീതിക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 3 വാട്ടർ ബോഡീസിനെയും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് വാട്ടർ റിസോഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നമാണ് വാട്ടർ പൊല്യൂഷനും വാട്ടർ സ്കേസിറ്റിയും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാം? നമുക്കുള്ള വാട്ടർ ബോഡീസിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺസേർവ് ചെയ്യുക, അത് പൊല്യൂട്ടഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ സ്കേസിറ്റി ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയാണ് നമുക്കത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് മിനറൽ റിസോഴ്സ് ആണ്. അപ്പൊ എന്താണ് മിനറൽസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസ് ഹാവിംഗ് ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോസിഷൻ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. നാച്ചുറലി ഉള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കമ്പോസിഷനും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഉള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയാം. മിനറൽസ് യൂഷ്വലി നമുക്ക് ഓർ ഫോർമാറ്റിലാണ് നമ്മൾ കുറിച്ചെടുക്കുക. ഓക്കെ, അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറെന്റ് പ്രോസസ്സുകളിലൂടെ മിനറൽ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. മിനറൽസിനെ തന്നെ നമുക്ക് മെറ്റാലിക്, നോൺ മെറ്റാലിക് ആൻഡ് എനർജി മിനറൽസ് അല്ലെങ്കിൽ ഫ്യൂൽ മിനറൽസ് ആക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. മെറ്റാലിക് മിനറൽസ് എന്താണ്, നോൺ മെറ്റാലിക് മിനറൽസ് എന്താണ്, ഫ്യൂൽ മിനറൽസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മിനറൽ റിസോഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് മിനറൽ റിസോഴ്സ് എന്നുള്ളതും അതിന്റെ ടൈപ്പുകളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്യൂൽ മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോള്, പെട്രോളിയം, ആംബർ അങ്ങനെയുള്ള നമ്മൾ എനർജി റിസോഴ്സുകളായിട്ട് യൂസ് ചെയ്യുന്ന മിനറൽസുകളെയാണ് നമ്മൾ ഫ്യൂൽ മിനറൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി യൂസസ് ഓഫ് മിനറൽ റിസോഴ്സുകൾ നിങ്ങൾക്ക് എഴുതാം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മിനറൽ റിസോഴ്സുകളാണ് അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറികൾ ഒക്കെ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ യൂസസ് ഓഫ് മിനറൽ റിസോഴ്സുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി മിനറൽ റിസോഴ്സ് കൊണ്ടുള്ള പ്രോബ്ലംസ് മെയിൻ ആയിട്ട് വരുന്നത് മിനറൽ റിസോഴ്സ് കൊണ്ടല്ല പ്രോബ്ലം. മിനറൽസ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക മൈനിങ് ആണ്, ലഭിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ ഒരു സമയത്ത് ഒരുപാട് പൊല്യൂഷൻ നടക്കുന്നുണ്ട്. എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്, ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് മിനറൽ റിസോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്നുള്ള ലെവലിൽ നമുക്ക്
ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഏതൊരു റിസോഴ്സ് ആയാലും അത് സോൾവ് ചെയ്യാനുള്ള, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള നിങ്ങൾക്ക് എല്ലാ റിസോഴ്സിലും എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മിനറൽ റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ആക്ട്, എൻവയോൺമെന്റ് ആക്ട്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫുഡ് റിസോഴ്സ് ആണ്. ഫുഡ് റിസോഴ്സിൽ നിന്ന് യൂഷ്വലി റൈറ്റ് അബൌട്ട് ഫുഡ് റിസോഴ്സ് അങ്ങനെയൊന്നല്ല ചോദിക്കാറുള്ളത്. യൂഷ്വലി സ്റ്റെപ്സ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, ആ ഒരു ഫോർമാറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഫുഡ് റിസോഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സുകൾ അഗ്രികൾച്ചർ, ഫിഷറീസ് ആൻഡ് സീ ഫുഡ്, അതുപോലെ ലൈഫ് സ്റ്റോക്കുകളൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സുകൾ. അതിൽ ഓരോന്നിലും വരുന്ന പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ആ പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രോബ്ലംസ് നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ അഗ്രികൾച്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറായിട്ട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അതിന്റെ ആ ഒരു ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടിട്ട് പിന്നീട് അതിലൊരു ക്രോപ്പ് വളരാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മെത്തേഡുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിഷറീസ് ആൻഡ് സീ ഫുഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷന്റെ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഫിഷിംഗ് ഒക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് വളർച്ചയിലെത്താനുള്ള ഒരു സോഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ വാട്ടർ ബോഡീസിലുള്ള പൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സീ ഫുഡും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇനി ലൈഫ് സ്റ്റോക്കുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് ലൈഫ് സ്റ്റോക്കുകളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു മേഖലയിലും നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ലെവലിൽ സ്റ്റെപ്സ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ 3 ഏരിയസിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ആൻസർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് വൺ എനർജി റിസോഴ്സസ് ആണ്. നമ്മൾ എനർജി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സുകളെയാണ് എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് എനർജി റിസോഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നമാണ് ഗ്രോയിങ് എനർജി നീഡ്സ് എന്നുള്ളത്. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ അണുകുടുംബങ്ങളായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അത്രയും ഓരോ വീട്ടിലും അത്രയും എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ ആ എനർജി നീഡ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു എനർജി പ്രൊഡക്ഷൻ നമുക്ക് പോസിബിൾ ആകുന്നില്ല. അപ്പോൾ അതാണ് എനർജി റിസോഴ്സ് ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം, ഗ്രോയിങ് എനർജി നീഡ്സ് എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെയാണ് കൈൻഡ് ഓഫ് എനർജി റിസോഴ്സ് നമുക്ക് പറയാം. നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് ഉണ്ട്, റിന്യൂവബിൾ എനർജി റിസോഴ്സ് ഉണ്ട്. അതായത് ചില എനർജി റിസോഴ്സ്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പോലെയുള്ള എനർജി റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. അങ്ങനെയുള്ള എനർജി റിസോഴ്സുകളെയാണ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര യൂസ് ചെയ്താലും അത് തീർന്നൊന്നും പോകില്ല. നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട് പോകും. യൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചത് തീരുന്നില്ല. അതായത് സൺലൈറ്റ് അങ്ങനെയുള്ള പോലെയുള്ളത്, പവർ, വിൻഡ് പവർ, അതുപോലെ സോളാർ എനർജി, അതുപോലെ ബയോഗ്യാസ്, അഗ്രികൾച്ചർ വേസ്റ്റ് പോലെയുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമ്മൾ ഉപയോഗിച്ചെന്ന് വിചാരിച്ച് തീർന്നു പോകുന്നില്ല അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി റിസോഴ്സ് ആയിട്ട് അതിന്റെ ആ ഒരു പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സുകൾ നമ്മൾ കൺസേർവ് ചെയ്തിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സുകൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ എനർജി റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. പിന്നെ ഓരോ എനർജി റിസോഴ്സുകളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ട്, വിൻഡ് എനർജി, ബയോമാസ്, ബയോഗ്യാസ് എനർജി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഓൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സ് എന്നുള്ള പാർട്ടും അതുപോലെ ഡീഫോറസ്റ്റേഷൻ എന്നുള്ള പാർട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. എല്ലാ പാർട്ടുകളിലൂടെയും ഒന്ന് പോവാട്ടോ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇന്ന പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാ പാർട്ടുകളും ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഏത് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ നെയിം എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പൊല്യൂഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ്, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് ഉള്ളത് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൻമെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ത്രൂവോ അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടിവിറ്റീസ് ത്രൂവോ നമ്മുടെ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റിക്ക് കുറവ് സംഭവിക്കുകയാണെങ്കിൽ, അതിന് ഡിറ്റീരിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. Environmental degradation means the deterioration of the environment due to human and natural activities. Okay. അപ്പൊ അത് മെയിൻലി എൻവയോൺമെന്റിന്റെ ക്വാളിറ്റിക്ക് കുറവ് വരുന്നത് എന്തുണ്ടാക്കിയ ഡിഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, പൊല്യൂഷൻ, ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, മൈനിങ് ആൻഡ് ക്വാറിങ് ഒക്കെ ഇതിന് റീസൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി കുറവാവാൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഡിറ്റീരിയേഷൻ സംഭവിക്കാൻ ഈ കാരണങ്ങളൊക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. സ്ലോ ഡീഗ്രഡേഷൻ ആൻഡ് സഡൻ ഡീഗ്രഡേഷൻ. സ്ലോ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ലോ ഡീഗ്രഡേഷൻ എക്സാമ്പിൾ. അതായത് നമുക്ക് വളരെ പതിയെയാണ് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പൊല്യൂഷനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ലെവലിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്ലേസിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഡംപ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മൾ അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ അവിടെ സംഭവിക്കുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അങ്ങനെ സ്ലോ ഡീഗ്രഡേഷൻ ഉണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പെട്ടെന്ന് നടക്കുന്ന ഡീഗ്രഡേഷൻ ഉണ്ട്. അതായത് പെട്ടെന്ന് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റിക്ക് കുറവ് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ, ഫ്ലഡ്, സുനാമി, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ നാശനഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഡീഗ്രഡേഷനെ തന്നെ സ്ലോ ഡീഗ്രഡേഷൻ ആൻഡ് സഡൻ ഡീഗ്രഡേഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഡീഗ്രഡേഷൻ എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ഡീഗ്രഡേഷനെ മെയിൻലി എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ അണ്ടറിൽ വരുന്നതാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ ആൻഡ് നോയിസ് പൊല്യൂഷൻ ഒക്കെ കേട്ടോ. ഇനി എൻവയോൺമെന്റൽ ഹസാർഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഹസാർഡ്സ് ഉണ്ട്. നാച്ചുറൽ ഹസാർഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് വോൾക്കാനിക് ഇറപ്ഷൻ, എർത്ത്ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, ലൈറ്റ്നിങ്, ഹെയിൽ സ്ട്രോംസ് ആൻഡ് സൈക്ലോൺ. അതൊക്കെ നാച്ചുറൽ ഹസാർഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് സോഷ്യൽ ഹസാർഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് മീനിങ്, കോൺസെപ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, ഗ്രീൻ ഹൗസ് എഫക്ട്, ഡിസ്ക്രൈബ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ആക്സിഡന്റ് ആൻഡ് എർത്ത്ക്വേക്ക്, ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഓരോ പാർട്ടും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷനിൽ മെയിൻലി സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ ഒക്കെയാണ് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എസ്സേക്ക് യൂഷ്വലി ചോദിക്കാറുണ്ട്, റൈറ്റ് ആൻ എസ്സേ അബൌട്ട് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ആ ഒരു പാറ്റേണിലും ചോദിക്കാറുണ്ട്. ഇനി സെപ്പറേറ്റ് രണ്ട് ടൈപ്പുകൾ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ആൻ എസ്സേ അബൌട്ട് വാട്ടർ പൊല്യൂഷൻ ആൻഡ് എയർ പൊല്യൂഷൻ. ആ ഒരു പാറ്റേണിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. എന്താ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡിന്റെ, അതായത് നമ്മുടെ സോയിലിന്റെ
ക്വാളിറ്റിക്ക് കുറവ് വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അല്ലെ. സോയിൽ പൊല്യൂഷൻ ഇസ് ദ കണ്ടാമിനേഷൻ ഓർ ഡാമേജ് ഓഫ് സോയിൽ ഡ്യൂ ടു ഹാർംഫുൾ സബ്സ്റ്റൻസസ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റീസ് ത്രൂ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹാർംഫുൾ സബ്സ്റ്റൻസ് കാരണമോ സോയിലിന്റെ ക്വാളിറ്റിക്ക് കുറവ് സംഭവിക്കുക അല്ലെങ്കിൽ സോയിലിന് ഡാമേജ് സംഭവിക്കുകയാണ് സോയിൽ പൊല്യൂട്ടഡ് ആയി എന്ന് നമ്മൾ പറയാം അല്ലെ. സോയിൽ പൊല്യൂഷന്റെ എന്തൊക്കെ കൊണ്ടാ സോയിൽ പൊല്യൂഷൻ മെയിൻലി ഉണ്ടാകുന്നത്? നമ്മൾ ഓവറായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കും യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മൾ ലാൻഡിൽ ഡംപ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് സോയിൽ പൊല്യൂഷൻ മെയിൻലി ഉണ്ടാകാറുള്ളത് അല്ലെ. ഇനി അതുപോലെ തന്നെ ചില നാച്ചുറൽ കോസസ് ഉണ്ട് അല്ലെ, അതായത് സോയിൽ ഇറോഷൻ, വിൻഡ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ത്രൂ ഉള്ള സോയിൽ ഇറോഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സോയിലിന്റെ ക്വാളിറ്റിക്ക് കുറവ് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് കാരണമോ സോയിലുള്ള ന്യൂട്രിയൻസിന്റെ കുറവ് കാരണമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സോയില് ഡിഗ്രേഡ് ചെയ്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ നടന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ക്വാളിറ്റിക്ക് കുറവ് സംഭവിക്കാം. അത് മാൻമെയ്ഡ് ആയിട്ടും അതുപോലെ നാച്ചുറൽ ആയിട്ടും. ഇനി സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കുറവ് മൂലവും സോയിലിന്റെ ക്വാളിറ്റിക്ക് എന്ത് ചെയ്യാറുണ്ട്? കുറവ് സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് തന്നെയാ പറയാ? സോയില് പൊല്യൂട്ടഡ് ആയി തന്നെയാണ് പറയാ. ഓക്കെ, മോയ്സ്ചർ ഇംബാലൻസും സോയിൽ പൊല്യൂഷന് ഒരു കാരണമാവാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സോയിൽ പൊല്യൂഷൻ കാരണം എന്തൊക്കെയാണ് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം, സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ അത് കില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റി, അതുപോലെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോയിൽ ഇറോഷന്, വേസ്റ്റ് ലാൻഡ്, അതുപോലെ സോയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫെർട്ടൈൽ ലാൻഡ് വേസ്റ്റ് ലാൻഡ് ആയിട്ട് മാറാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കാറുണ്ട്. ഇനി എങ്ങനെയാ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക സോയിൽ പൊല്യൂഷൻ? മെയിൻലി പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിങ്ങിലൂടെ, അതുപോലെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് DDT പോലെയുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിന്റെ യൂസ് നമ്മൾ കുറക്കുന്നതിലൂടെ, ആൻഡ് സോയിൽ കൺസേർവ് ചെയ്യുന്നതിലൂടെ, പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങളെ അവയർനെസ് കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിൽ പൊല്യൂഷൻ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. വാട്ടർ ബോഡീസ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ത്രൂ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അത് മെയിൻലി നമ്മൾ എന്താ ചെയ്യാം? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വാട്ടർ ബോഡീസുകളിലോട്ടൊക്കെ ഡംപ് ചെയ്യുന്നത് കൊണ്ടാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത് അല്ലെ. ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സോഴ്സസ് ഉണ്ട്. സോയിൽ ഇറോഷൻ അല്ലെ, ഈ സോയിൽ ഇറോഷൻ സംഭവിച്ചിട്ട് ഈ സോയിലുകളൊക്കെ വാട്ടർ ബോഡീസിൽ വന്ന് അടിയുന്നത് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ പൊല്യൂഷൻ സംഭവിക്കാറുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ, ഫ്ലഡ്, ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒക്കെ ഡംപ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അതൊക്കെ വാട്ടർ ബോഡീസിൽ വന്നിട്ട് അടിയുന്നതിലൂടെയൊക്കെ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് നോക്കുകയാണെങ്കിൽ സീവേജ് വേസ്റ്റുകൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, അഗ്രികൾച്ചറൽ വേസ്റ്റുകൾ, കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഐഡിയൽ ഇമോഷനും അതുപോലെ ഒരുപാട് പൂജാവസ്തുക്കളും ഒക്കെ നമ്മൾ വാട്ടർ ബോഡീസിൽ ഡംപ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി ഓയിൽ സ്പിൽസുകളിലൂടെയും വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ നമുക്ക് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാട്ടർ പൊല്യൂഷനെ നമ്മൾ വീണ്ടും ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സീവേജ് പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, അഗ്രികൾച്ചറൽ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഈ വാട്ടർ പൊല്യൂഷന്റെ മെയിൻ പ്രശ്നമാണ് എന്ത്? നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെ. പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവുകയും ചെയ്യും വെള്ളത്തിലൂടെ പകരുന്നതൊക്കെ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളും സീവേജുകളും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഡംപ് ചെയ്യാതെ അതൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ ആക്കിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം? വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യാം.
അതുപോലെ കെമിക്കൽസും പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ യൂസ് റെഡ്യൂസ് ചെയ്യുക. വാട്ടറുകൾ, അതായത് ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുക. മീൻസ് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം അഗ്രികൾച്ചറൽ പർപ്പസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. അതുപോലെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വാട്ടർ ബോഡീസിലൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് എയർ പൊല്യൂഷൻ ആണ്. എയറിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ, ഇത്ര ഓരോ ഗ്യാസുകളും ഇത്ര എമൗണ്ടിൽ വേണമെന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ പറയാ എയർ പൊല്യൂട്ടഡ് ആയി എന്നുള്ളത്. എയർ പൊല്യൂഷൻ ഈസ് കണ്ടാമിനേഷൻ ഓഫ് എയർ ബൈ സ്മോക്ക്, ഡസ്റ്റ് ആൻഡ് ഹാർംഫുൾ ഗ്യാസസ് കോസ്ഡ് ബൈ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. സോഴ്സസ് നോക്കുകയാണെങ്കിൽ വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്, ബേണിംഗ് ഫ്യൂൽ ആൻഡ് വേസ്റ്റ്, അതുപോലെ കെമിക്കൽ പ്ലാന്റ്സ്, ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ഒക്കെ എയർ പൊല്യൂഷന്റെ സോഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം എയർ പൊല്യൂഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എയർ പൊല്യൂഷനിൽ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ, തെർമൽ എയർ പൊല്യൂഷൻ, ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ ഒക്കെ ഏതാണെന്നതാണ്. ഓക്കെ, ഇനി എയർ പൊല്യൂഷൻ കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ത്? റെസ്പിറേറ്ററി ഡിസീസസ് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും അലർജി ഇല്ലാത്ത ആളുകളില്ല അല്ലെ. അതൊക്കെ എയർ പൊല്യൂഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാ. റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവും, ഐ ഇറിറ്റേഷൻ ഉണ്ടാവും, ഗ്ലോബൽ വാർമിംഗ്, ഡാമേജ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഒക്കെ ഈ ഒരു എയർ പൊല്യൂഷൻ ത്രൂ ഉണ്ടാകുന്നതാണ്. ഇനി അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ ആണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വാഹനങ്ങളിലൊക്കെ എമിഷൻ ചെക്കുകളൊക്കെ നമുക്ക് നിർബന്ധമാക്കാം. അതുപോലെ ഫിൽറ്റേഴ്സിന്റെ ഒക്കെ യൂസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഫോർമാറ്റിലുള്ള ലോസുകൾ കൊണ്ടുവരാം. ആൻഡ് ഫ്യൂൽ വേസ്റ്റേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഫോർമാറ്റിൽ, നല്ല കണ്ടീഷനിൽ അല്ലാത്ത വണ്ടികൾ നിരത്തിൽ ഇറങ്ങണ്ട ആ ഒരു ഫോർമാറ്റിലുള്ള ലോസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കുക, ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ലോസുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള എയർ പൊല്യൂഷൻസും പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പബ്ലിക്കിന് അവയർനെസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ പൊല്യൂഷനിലും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് പബ്ലിക് അവയർനെസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഇതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മറൈൻ പൊല്യൂഷൻ ആണ്. സീ വാട്ടറിൽ എന്താ പറയാ, മാനുടെയോ അല്ലെങ്കിൽ നാച്ചുറൽ റീസൺസ് കൊണ്ട് സീ വാട്ടറിന്റെ ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മറൈൻ പൊല്യൂഷൻ എന്ന് പറയാം. മറൈൻ പൊല്യൂഷൻ ഇസ് ദ ഹാർംഫുൾ ചേഞ്ച് ഇൻ സീ വാട്ടർ കോസ്ഡ് ബൈ വേസ്റ്റ് ആൻഡ് സീവേജ് ഡിസ്ചാർജ്. സോഴ്സസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഏത് പാർട്ടിൽ നിന്നാണ് പൊല്യൂട്ടന്റ് വരുന്നത് എന്നുള്ളതിന്റെ ബേസിൽ സീവേജ് വേസ്റ്റ് പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്, സിന്തറ്റിക് ഡിറ്റർജന്റ്, ഓയിൽ സ്പിൽസ് ഫ്രം ഷിപ്പ് ഒക്കെ നമുക്ക് സോഴ്സസ് ഓഫ് മറൈൻ പൊല്യൂഷൻ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് മറൈൻ പൊല്യൂഷനും ഡിസ്കസ് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ നോയിസ് പൊല്യൂഷൻ ആണ്. നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹൈ ഇന്റൻസിറ്റി സൗണ്ടുകളെയാണ് നമ്മൾ നോയിസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇങ്ങനെ നോയിസ് ഓവർ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കം പറ്റില്ല, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇനി ഒരു അളവിൽ കൂടുതൽ നമുക്ക് ഇങ്ങനെ നോട്ട്സ് കേട്ട് കഴിഞ്ഞാൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, ആൻഡ് കോൺസെൻട്രേഷൻ. നമുക്ക് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ചുറ്റുപാടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഒക്കെ കുറയും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നോയിസ് പൊല്യൂഷന്റെ ഒരു എഫക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ BP ഇൻക്രീസ് ചെയ്യും, ആൻഡ് മസിൽ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഈ ഒരു നോയിസ് പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോയിസ് പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് സൈലൻസേഴ്സും സൗണ്ട് ബാരിയേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നോയിസ് പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അല്ലെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാം, ഇയർ മഫ്സ് യൂസ് ചെയ്യാം. അതുപോലെ റോഡിന്റെ ഒക്കെ അടുത്തൊക്കെ നമുക്ക് പ്ലാന്റ്, ട്രീസ് നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പരിധി വരെ നോയിസ് പൊല്യൂഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു അളവുണ്ട് അല്ലെ. റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്ര എമൗണ്ടിലുള്ള സൗണ്ടേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ,
അങ്ങനെ ഒരു കണക്കുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോയിസ് കൺട്രോൾ ലോസുകളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുന്നതിലൂടെയാണ് നമുക്ക് നോയിസ് പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ തെർമൽ പൊല്യൂഷൻ ആണ്. അതായത് ഇൻഡസ്ട്രീസിൽ നിന്നും പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഹോട്ട് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുക, അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ലൈഫിന് ഹാർംഫുൾ ആവുമ്പോഴാണ് നമ്മൾ അത് തെർമൽ പൊല്യൂഷൻ എന്ന് പറയാം. ഈ ഹോട്ട് വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ഒരു ലാൻഡിലോട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡീസിലോട്ടൊക്കെ നമ്മൾ ഒഴുക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ പ്ലേസിൽ ജീവിക്കുന്ന ലിവിങ് ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ആ പ്ലേസിൽ ജീവിക്കുന്ന സ്പീഷീസിന്റെ ഒക്കെ നോർമൽ ലിവിങ്ങിനെ അത് എഫക്ട് ചെയ്യൂല. അപ്പൊ നമ്മൾ എന്ത് പറയും, തെർമൽ പൊല്യൂഷൻ സംഭവിച്ചു എന്ന് പറയാം. തെർമൽ പൊല്യൂഷന്റെ മെയിൻ സോഴ്സുകൾ വരുന്നത് പവർ പ്ലാന്റ്സ്, കോൾ ഫയർഡ് പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ്, ഡൊമസ്റ്റിക് സീവേജ് ഒക്കെയാണ് മെയിൻ സോഴ്സുകൾ വരുന്നത്. 1 സെക്കൻഡ്. ഇനി അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജന്റെ എമൗണ്ട് അത് കുറക്കും. അതുപോലെ വാട്ടറിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരുത്തും. വാട്ടർ ബോഡീസിൽ ജീവിക്കുന്ന സ്പീഷീസിന്റെ മെറ്റബോളിസത്തിനെയൊക്കെ ഡിസ്റ്റർബൻസ് വരുത്തിയിട്ട് ബയോളജിക്കൽ ഇന്റർഫറൻസിന് അത് കാരണമാകും. അതുപോലെ ചില സ്പീഷീസ് ഉണ്ടായിരിക്കും നല്ല ടെമ്പറേച്ചറിൽ വളരാൻ പറ്റുന്ന ചില ബാക്ടീരിയാസും അൺവാണ്ടഡ് സ്പീഷീസ് ഒക്കെ. ഇങ്ങനെ ഹോട്ട് വാട്ടേഴ്സ് ഒക്കെ നമ്മൾ ഈ വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓർഗാനിസം, അതായത് ആ ഒരു പ്ലേസിൽ അതില്ല, ബട്ട് ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ വന്നപ്പോൾ അവിടെ എന്ത് ചെയ്യും, അതിന് വളരാനുള്ള ഒരു സിറ്റുവേഷൻ ആവും. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയാസും അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ ഒക്കെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു തെർമൽ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിലുള്ള എഫ്ലുവൻസുകൾ നമ്മൾ വാട്ടർ ബോഡീസിലോട്ടൊന്ന് ഡംപ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ഈ ഒരു എഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൂൾ ചെയ്യാനുള്ള ഒരു പ്ലേസിലോട്ട് വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അവിടത്തോട്ട് ഒഴുക്കി വിട്ടിട്ട് അതൊന്ന് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ഫോർമാറ്റിൽ ചെയ്യാം. ഇത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല അല്ലെ, നോർമൽ വാട്ടർ തന്നെയാണ്, പക്ഷെ ഹൈ ടെമ്പറേച്ചറിലുള്ളതാണ് എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളൂ. ആ ടെമ്പറേച്ചർ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലോട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടവേഴ്സ്, കൂളിംഗ് ടവേഴ്സ് യൂസ് ചെയ്യാന്നുള്ളത്. ഇങ്ങനെ കൂളിംഗ് ടവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹോട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല അല്ലെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയേഷൻ പൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും വെപ്പൺ ടെസ്റ്റുകളിലും മെഡിക്കൽ യൂസിന്റെ ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന റേഡിയേഷൻ, ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ ത്രൂ ആണ് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവാറുണ്ട്, മാൻമെയ്ഡ് റീസൺ കൊണ്ടും ഉണ്ടാവാറുണ്ട്. നാച്ചുറൽ ലെവലിൽ വരുന്നത് റേഡിയോ ആക്റ്റീവ് മിനറൽസ് ഇൻ സോയിൽ ആൻഡ് കോസ്മിക് റേസ് ഒക്കെയാണ് നാച്ചുറൽ വേയില് റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്നത്. ഇനി മാൻമെയ്ഡ് റേഡിയേഷൻ പൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ യൂസിന് നമ്മൾ എക്സ്റേ സ്കാൻസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതിൽ നിന്നൊക്കെയുള്ള റേഡിയേഷൻ ത്രൂ, അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് മാൻമെയ്ഡ് ലെവലിൽ റേഡിയേഷൻ പൊല്യൂഷൻ വരുന്നത്. ഈ റേഡിയേഷൻ പൊല്യൂഷൻ ഭയങ്കര ഒരു പ്രോബ്ലം ഉള്ള ഒരു പൊല്യൂഷൻ ആണ് അല്ലെ. കാരണം അതിന് റേഡിയേഷൻ നമ്മുടെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA വരെ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി റേഡിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ പൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ നമ്മുടെ നിയർ ബൈ ഉണ്ടെങ്കിൽ ആ പ്ലാന്റുകൾക്കൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വാളുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്ക് അതിൽ നിന്നൊരു റേഡിയേഷൻ എമിഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലെ. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പൊല്യൂഷൻ ആണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള, എക്സസീവ് ആയിട്ടുള്ള, മിസ്ഡയറക്റ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റുകളെയാണ് നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ലൈറ്റ് പൊല്യൂഷൻ ഓവറായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. എക്കോസിസ്റ്റം നമ്മുടെ എർത്തില് നൈറ്റ് പകൽ പോലെ ആയി മാറും അല്ലെ. ഈ ഒരു ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓവറായിട്ട് അഡ്വർടൈസ്മെന്റിനൊക്കെ ലൈറ്റ് ബോർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് രാത്രി കണ്ടാലും എല്ലായിടത്തും ലൈറ്റ് അല്ലെ, പകല് പോലെ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക, ചില സ്പീഷീസ് പ്ലാന്റിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽസിന്റെ ആയിക്കോട്ടെ രാത്രി ആക്റ്റീവ് ആകുന്ന ചില ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ എക്കോസിസ്റ്റത്തിനെ അത് ഡിസ്ട്രക്ട് ചെയ്യും. ആൻഡ്
അതുപോലെ നമ്മൾ ആസ്ട്രോണമിയിലെ സ്റ്റാർ ലൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യും. പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയാ സ്റ്റാർസിനെ ഒന്നും നമുക്ക് നോട്ടീസ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രോപ്പറായിട്ട് അതിനെ കുറിച്ചിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാകും, ഇറിറ്റേഷൻ ഉണ്ടാകും, തളർച്ച ഉണ്ടാകും. അതൊക്കെ ഈ ഒരു ലൈറ്റ് പൊല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. മെയിൻ ആയിട്ട് വരുന്നത് ലൈറ്റ് ട്രിപ്പാസ്, ഓവർ ഇലുമിനേഷൻ, ഗ്ലെയർ, ലൈറ്റ് ക്ലട്ടർ, സ്കൈ ഗ്ലോ ഒക്കെ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ, ന്യൂസ് പേപ്പർ, ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബാഗ്, പാക്കേജിങ്, ഗാർബേജ്, അതൊക്കെ നമ്മൾ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ ഡംപ് ചെയ്യുകയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, മെയിൻ ആയിട്ട് സോയിൽ വേസ്റ്റ് പൊല്യൂഷന്റെ പ്രശ്നം എന്താ? ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ ഡംപ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ എയറിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോലെ ചീഞ്ഞ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതിന്റെ മഴയൊക്കെ പെയ്ത് അത് മണ്ണിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഡിസീസസ് സ്പ്രെഡ് ആകും. അതുപോലെ വാട്ടറിനെയും എയറിനെയും സോയിലിനെയും ഒക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുറെ മാനേജ്മെന്റ് മെത്തേഡുകൾ ഉണ്ട്. ഒന്ന്, ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള, ആരും അതിൽ താമസങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പൺ ഡംപിങ് ചെയ്യാന്നുള്ളതാണ്. അത് വളരെ ചീപ്പായിട്ടുള്ള എന്നാൽ അത്ര നല്ലതല്ലാത്തൊരു മെത്തേഡാണ് അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് സാനിറ്ററി ലാൻഡ് ഫീൽഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസറിനേഷൻ ചെയ്യാം, കമ്പോസ്റ്റിംഗ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് സോളിഡ് വേസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊല്യൂഷൻ എന്നുള്ള പാർട്ടിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ മെയിൻലി ക്വസ്റ്റ്യൻ വരാറുള്ളത് ഡിസ്ക്രൈബ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നുള്ള ഫോർമാറ്റിൽ വരാറുണ്ട്. ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ എന്നുള്ള ഫോർമാറ്റിലും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി ആ ഒരു ഫോർമാറ്റിൽ അല്ലാതെ സെപ്പറേറ്റ് എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് എസ് ചെയ്ത, വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ട് ചെയ്ത, അങ്ങനെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും എസ് എ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെ. എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ള പാർട്ടാണ് കേട്ടോ. അപ്പൊ ഹസാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ മനുഷ്യനോ അല്ലെങ്കിൽ അതർ നാച്ചുറൽ ആയിട്ട് ഹസാർഡ്സ് ഈസ് ദ hazards, a dangerous condition or event that can harm life, property or the environment. എൻവയോൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കോ ലൈഫിനൊക്കെ ഹാം ചെയ്യാൻ കാരണമായേക്കാവുന്ന ചില കണ്ടീഷനുകളെ, ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനുകളെയാണ് നമ്മൾ ഹസാർഡ്സ് എന്ന് പറയാം. ഓക്കെ, അത് ചിലപ്പോ നമ്മൾ അപകട സൂചന എന്നൊക്കെ പറയാറുണ്ട് ഹസാർഡ്സിനെ. അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലോട്ട് നയിക്കാം അല്ലെ, അത് ഡിസാസ്റ്ററിലോട്ട് നയിക്കാം. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? when a hazard causes serious damage to people and property, it is called a disaster. Okay, അപ്പൊ ഹസാർഡ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസാസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപകട സൂചനകൾ. ഇപ്പൊ ഒരു പ്ലേസിൽ നല്ല മഴ ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല റെയിൻഫോൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഹെവി റെയിൻഫോൾ ആണ്. അപ്പൊ എന്താ അത്? അതൊരു അപകട സൂചനയാണ് അല്ലെ. ഓവറായിട്ട് റെയിൻഫോൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു എർത്തിന്, ആ ഒരു ലാൻഡിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ റെയിൻഫോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നമ്മുടെ മണ്ണൊലിപ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. ഇപ്പൊ നമ്മുടെ ചൂരൽമലയിലൊക്കെ, വയനാട് ചൂരൽമലയിലൊക്കെ എന്താ സംഭവിച്ചത്? അതിന്റെ ഒരു ആഴ്ച മുമ്പ്, ഈ ഒരു മണ്ണൊലിപ്പ് നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നല്ല റെയിൻഫോൾ വന്നിട്ടുണ്ട്, ഹെവി റെയിൻഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ഒരു ഹസാർഡ്സ് ആണ്. ആ ഹസാർഡിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് അവിടെ നിന്നും സ്ഥലമൊക്കെ മാറിപ്പോയിരുന്നെങ്കിൽ, അവിടെ നിന്നും താമസം ഒക്കെ മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിൽ നിന്ന് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു അല്ലെ. അതിനുകൊണ്ടുണ്ടാകുന്ന ലോസസ് നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഹസാർഡ്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ ഒരു പരിധി വരെ ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഹസാർഡ്സ്, എന്താണ് ഡിസാസ്റ്റർ എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എക്കോളജിക്കൽ ബാലൻസിന് ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് എൻവയോൺമെന്റൽ സ്ട്രെസ് ഉണ്ടാവുക. ഈ എൻവയോൺമെന്റൽ സ്ട്രെസ് എൻവയോൺമെന്റൽ ഹസാർഡ്സിന് കാരണമാകും. എൻവയോൺമെന്റൽ ഹസാർഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അതിന് നല്ല രീതിക്ക് നമ്മൾ
എന്താ പറയാ, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു എൻവയോൺമെന്റൽ ഡിസാസ്റ്ററിലോട്ട് നയിക്കും. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡാമേജ് കോസ്ഡ് ബൈ ഡേഞ്ചർ. ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ഡേഞ്ചർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ചധികം ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. എർത്തേക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എർത്തേക്ക് എന്ന് പറയാ അല്ലെ. ഇത് ത്രൂ എന്തൊക്കെ ഉണ്ടാകും, ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആണ് അല്ലെ. എന്താ, നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം, പ്രോപ്പർട്ടി നഷ്ടപ്പെടാം, നമ്മുടെ ലാൻഡുകളിലൊക്കെ ക്രാക്സ് ഉണ്ടാവാം, റിവേഴ്സ് ഒക്കെ അതിന്റെ നോർമൽ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേറെ ലെവലിലോട്ടൊക്കെ ഒഴുകാനൊക്കെ ചാൻസ് ഉണ്ട്. ടൗൺസ് ഒക്കെ സബ്മേർജ് ചെയ്ത് പോവാം. അങ്ങനെ ഒരുപാട് ഡിസ്ട്രക്റ്റീവ് എഫക്റ്റുകൾ ഉണ്ട് അല്ലെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊണ്ട് ചില ബെനിഫിഷ്യൽ എഫക്റ്റുകളും ഉണ്ട്. അതായത് പുതിയ സ്പ്രിങ്സുകളൊക്കെ ഫോം ചെയ്യാനും ഫെർട്ടൈൽ പ്ലെയിൻസുകളൊക്കെ ഫോം ചെയ്യാനും മിനറൽസ് ഒക്കെ സർഫസിലോട്ട് കൊണ്ടുവരാനൊക്കെ ഈ ഒരു എർത്ത് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എർത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോട്ട് മൂവ് ചെയ്യാം. ടേബിൾസിന്റെ അല്ലെങ്കിൽ ഡോർ ലിന്റൽസിന്റെ ഒക്കെ അടിയിൽ നമുക്ക് ഒരു ഷെൽട്ടർ പോലെ ഷെൽട്ടർ ആയിട്ട് നിൽക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ ഫയറുകളൊക്കെ പ്രിവെന്റ് ചെയ്യാം. സോറി, അങ്ങനെയുള്ള പ്രിക്കോഷൻ മെത്തേഡുകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെ. ഇനി എർത്ത് നടന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ്സുകൾ സെറ്റ് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക, അപകടത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ നടത്തുക, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സാറ്റലൈറ്റ് ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് റീഹാബിലിറ്റേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സുനാമിനെ കുറിച്ചിട്ടാണ്. സുനാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയന്റ് സീ വേവ്സ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിനൊക്കെ ഡിസ്ട്രക്ഷൻ, മാസീവ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വലിയ സീ വേവ്സുകളെയാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത് അല്ലെ. സുനാമിക്ക് മെയിൻലി കാരണം എന്താ? സീയുടെ അണ്ടറിൽ നടക്കുന്ന വോൾക്കാനിക് ഇറപ്ഷനോ അല്ലെങ്കിൽ എർത്ത് സുനാമി ഉണ്ടാവാനുള്ള മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ സുനാമി ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സുനാമി പ്രോൺസ് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ സുനാമി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. അതിന്റെ അടുത്തൊക്കെ ജീവിക്കുന്നത് കുറക്കാം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പാർട്ടുകളിൽ എന്ത് ചെയ്യുക, ലിവിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇനി ഇൻ കേസ് നമ്മൾ അവിടെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവാക്യുവേഷൻ റൂട്ട്സുകളെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി എമർജൻസി കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ റെഡിയാക്കി വെക്കുക. അതൊക്കെയാണ് ബിഫോർ സുനാമി നമുക്ക് ചെയ്യാൻ പറ്റുക. ഡ്യൂറിങ് സുനാമിയിൽ നമ്മൾ എല്ലാവരും ഇൻഫോം ചെയ്യുക. അതുപോലെ TV, റേഡിയോ വാർണിംഗ് അലേർട്ടുകളൊക്കെ ഫോളോ ചെയ്യുക. ഒരു ഹയർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്ലേസുകളിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സുനാമിയുടെ ടൈമിൽ, ഡ്യൂറിങ് സുനാമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സുനാമിക്ക് ശേഷം നമുക്ക് മാസ് മീഡിയയിലൂടെ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. പ്രിക്കോഷൻസ് എന്ന് പറയാൻ പറ്റില്ല, വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതുപോലെ കുട്ടികള്, പ്രായമായവര്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ ഉള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഡിസാസ്റ്റർ ഏരിയാസുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മെഡിക്കൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേടുക. അതുപോലെ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുക, എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറക്കാന്നല്ല, അതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും അല്ലെ. അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റിന്റെ ആ ഒരു കാഠിന്യം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സുനാമിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിക്കോഷൻസ് അല്ല, ആഫ്റ്റർ സുനാമി നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഡിസാസ്റ്റർ ആണ് ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് സംബന്ധിച്ച സംഭവം അല്ലെ. എന്താ അത്? റോക്സും സോയിലും ഒക്കെ മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ സഡൻ ആയിട്ട് മൂവ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം അല്ലെ. മെയിൻലി എർത്ത് ട്രെമേഴ്സ്, അതുപോലെ കൺസ്ട്രക്ഷൻ ഓൺ അപ്പർ സ്ലോപ്സ്, അതുപോലെ സോയിൽ ഇറോഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റി ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, ടണലിംഗ്, കട്ടിംഗ് സ്ലോപ്സ് ഓർ റോഡ്സ് ആൻഡ് റെയിൽവേസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന് കാരണമാകുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. യൂഷ്വലി വോൾക്കാനിക് ഇറപ്ഷനെ പറ്റി ചോദിക്കാറുണ്ട് എക്സാമ്പിള്, ആൻഡ് ന്യൂക്ലിയർ ആക്സിഡന്റ്, എർത്ത് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ കുറിച്ച് ചോദിക്കാനും ചാൻസസ് കൂടുതലാണ്. ഫ്ലഡ് നമുക്കറിയാം അല്ലെ. റിവർ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയസിലൊക്കെ വാട്ടർ റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലഡ് എന്ന് പറയാം. അപ്പം സൈക്ലോൺ ആണെങ്കിൽ എന്താ, നമ്മുടെ ലോ പ്രഷർ ഏരിയയിലോട്ട് സ്ട്രോങ് ആയിട്ട് വിൻഡ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ സൈക്ലോൺ ഉണ്ടായി എന്ന് പറയാം അല്ലെ. സൈക്ലോൺ ഈസ് എ ലോ പ്രഷർ ഏരിയ വേർ സ്ട്രോങ് വിൻഡ് മൂവ്സ് ഇൻ എ സർക്കുലർ ഡയറക്ഷൻ.
ഇതിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു ഹസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഇനി കൂടുതൽ ചോദിച്ചു കേട്ടിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്തേക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ആൻഡ് ഓയിൽ സ്പില്ലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓയിൽ സ്പില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റിലോട്ട് ആക്സിഡന്റൽ ആയി ഓയിൽ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓയിൽ സ്പില്ല് എന്ന് പറയുന്നത്. മെയിൻലി ഓഷ്യൻ അല്ലെങ്കിൽ സീസിലൊക്കെയാണ് നടക്കാറുള്ളത്. ചില സമയങ്ങളിൽ ലാൻഡിലും നടക്കാറുണ്ട് അല്ലെ. ഇതെന്താണ് ഓയിൽ പൊല്യൂഷൻ എന്ന മറൈൻ പൊല്യൂഷൻ ഒക്കെ ഓയിൽ സ്പിൽസ് ത്രൂ ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ ഒരു ഓയിൽ സ്പില്ലിന്റെ മെയിൻ റീസൺ വരുന്നത് ടാങ്കേഴ്സ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻസിനൊക്കെ ലീക്കേജ് വരിക, ഷിപ്സ് ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റ്സിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതിലുള്ള ഓയിലൊക്കെ എന്ത് ചെയ്യും, ഓഷ്യനിലൊക്കെ ആകെ സ്പ്രെഡ് ആവും അല്ലെ. അങ്ങനെയും ഓയിൽ സ്പിൽസ് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വാർ അറ്റാക്ക് അല്ലെങ്കിൽ ഓഫ് ഷോർ ഡ്രില്ലിംഗിന്റെ പ്രോബ്ലംസ് കാരണവും ഓയിൽ സ്പിൽസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഓയിൽ സ്പിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫൗളിങ് അല്ലെങ്കിൽ ഓയിലിംഗ് ഉണ്ടാവില്ല. അതായത് വാട്ടറിലൊക്കെ ജീവിക്കുന്ന ഫിഷസിന്റെ അല്ലെങ്കിൽ സ്പീഷീസിന്റെ ഒക്കെ ബോഡിയിൽ ഓയിൽ എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്യാം. ബേർഡ്സ് ആണെങ്കിൽ ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഓയിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറക്കാനൊന്നും പറ്റില്ല അല്ലെ. ഇനി സീ ആനിമൽസ് ആണെങ്കിൽ അവർക്കൊരു ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഹീറ്റിനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെടുകയും അത് അവരുടെ മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യാം. ഇനി അതല്ലാതെ ടോക്സിസിറ്റി ഉണ്ട് അല്ലെ. അതായത് ഓയിലിൽ ചില പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അത് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ് ആണ് അല്ലെ. അത് എന്ത് ചെയ്യാം, ഈ സ്പീഷീസിനെ ഇല്ലാതാക്കാം. അങ്ങനെ ടോക്സിസിറ്റി ആൻഡ് ഫോളിങ് എന്നുള്ള ലെവലിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഓയിൽ സ്പില്ല് കൊണ്ട് ഉണ്ടാകുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എങ്ങനെ അതിനെ ക്ലീനിങ് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് ഫുൾ ഓയിൽ ഓഷ്യനിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഓയിൽ ക്ലീൻ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല അല്ലെ. എന്നാലും നമുക്ക് കുറച്ച് ബൂംസ്, ഫ്ലോട്ടിംഗ് ബാരിയേഴ്സ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ബാരിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂല. അതിനെയാണ് നമ്മൾ ബൂംസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഓയിലിന്റെ സർഫസിൽ നിന്നും സ്കിമ്മേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസിറ്റു ബേണിംഗ്, ഓയിൽ നമുക്ക് അവിടെ കടലിൽ ഇട്ടിട്ട് കത്തിക്കാം. അല്ലെങ്കിൽ ചില കെമിക്കൽ ഡിസ്പെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ഓയിൽസിനെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഈ മെത്തേഡുകളൊക്കെയാണ് യൂഷ്വലി ഓയിൽ സ്പിൽസ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓയിൽ സ്പിൽസിന്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 4th ചാപ്റ്റർ ആണ്. 1 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ 4th ചാപ്റ്റർ ആണ്. എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും പോളിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 1 സെക്കൻഡ്. ലാപ്പിൽ ചാർജ് ഇത്തിരി കുറവാണ്, ഞാനൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി ചില മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും അതുപോലെ അത് പ്രിവെന്റ് ചെയ്യാൻ, പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോളിസീസ്, ലോ ബേസിസിലുള്ള പോളിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മെയിൻലി 2 പാർട്ടായിട്ടാണ് വരിക. മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് പോളിസീസ് ആൻഡ് ലോസ്. അങ്ങനെ ആ 2 പാർട്ടായിട്ടാണ് വരിക കേട്ടോ. അതായത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏജൻസീസ് ഒക്കെയാണ് സെക്കൻഡ് പാർട്ടിൽ വരിക.
ഫസ്റ്റ് പാർട്ടില് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. അപ്പം ഇതിൽ മെയിൻലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഒന്നല്ലെങ്കിൽ SC-TAT ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഒരു ചാപ്റ്ററിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒന്നല്ലെങ്കിൽ മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ നിന്ന് വരാം, അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് ഏജൻസീസ് ആ ഒരു പാർട്ടിൽ നിന്നും വരാം. ഓക്കെ, അപ്പൊ ഈ 2 പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോ ഡേറ്റ്സ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു പാർട്ട് നല്ല രീതിക്ക് പഠിച്ചു പോവാം. സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, തീരെ നോക്കാതിരിക്കരുത്. കാരണം ഇൻ കേസ് 2 ക്വസ്റ്റ്യൻസ് ആ പാർട്ടിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു ലെവലിൽ ഒരു ഓവർലുക്ക്, ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കിയിട്ട് പോവാം. ഈ ഒരു പാർട്ട് നല്ല രീതിക്ക് പഠിക്കാം. അങ്ങനെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യനും മറ്റത്തിൽ നിന്ന് ഒരു ടൈപ്പും വരികയാണെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, എക്സ്റ്റിൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. ഇത്രയും പ്രോബ്ലംസ് ആണ് മേജർ ആയിട്ട് വരുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചറിൽ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെ ഒക്കെ എമൗണ്ട് കൂടുന്നത് കൊണ്ട് എർത്തിന്റെ ആവറേജ് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് വരുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ലാസ്റ്റ് 30 ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 3 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, 30 ഇയേഴ്സിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എർത്തിന്റെ ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നം വരിക, ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പെരിനിയൽ റിവേഴ്സിൽ വെള്ളം കൂടും. പെരിനിയൽ റിവേഴ്സിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാകും, സീ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും, സീസണൽ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമാവും അല്ലെ. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുള്ള കുറച്ചധികം പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്ന മേജർ പ്രോബ്ലം ആണ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഗ്രീൻ ഹൗസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അതിനൊരു സൂട്ടബിൾ ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ മുകളിൽ അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് പോലെയുള്ള ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലോട്ട് വരുന്ന സൺലൈറ്റിനെ, അതായത് ഹീറ്റ് വേവ്സിനെ അതെന്ത് ചെയ്യില്ല, പുറത്തോട്ട് വിടില്ല. അത് ഉള്ളിൽ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രോത്തിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ എൻവയോൺമെന്റ് എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിൽ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കും. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ചില എയർ പാർട്ടിക്കിൾസ് കൂടുമ്പോൾ, ചില പെർട്ടിക്കുലർ എലമെന്റ്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒരു ഗ്രീൻ ഹൗസ് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഗ്രീൻ ഹൗസ് പോലെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ ഉള്ളിലോട്ട് വരുന്ന ടെമ്പറേച്ചറിനെ, ഹീറ്റ് വേവ്സിനെ അതെന്ത് ചെയ്യും, എർത്തിന്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, എർത്തിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ഒന്നാമത് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന്റെ പുറമെ ഗ്രീൻ ഹൗസ് എഫക്ട് കൊണ്ടുള്ള ടെമ്പറേച്ചർ കൂടി ആകുമ്പോൾ തൃപ്തിയാവും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേനും വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ് ഒക്കെയാണ് മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കേട്ടോ. ഈ ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതൊരു ഗ്രീൻ ഹൗസ് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് എർത്തിന്റെ ഉള്ളിലോട്ട് വരുന്ന ടെമ്പറേച്ചർ ഹീറ്റ് പാർട്ടിക്കിൾസിനെ അത് പുറത്തോട്ട് വിടാത്ത ഫോർമാറ്റിൽ. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷന് അതെന്ത് ഇല്ല, പുറത്തോട്ട് വിടില്ല. ഇനി എന്താ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, climate refers to a long-term pattern of temperature, humidity, wind and rainfall in a region. ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഒരേ ഒരു സീസൺ തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വെതർ കണ്ടീഷൻ തന്നെ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. ഇത്ര മുതൽ ഇത്ര വരെ വിന്റർ ആണ്, ഇത്ര മുതൽ ഇത്ര വരെ സമ്മർ ആണ്. അങ്ങനെ നമുക്കൊരു ക്ലൈമറ്റ് ഉണ്ട് അല്ലെ. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാം. ക്ലൈമറ്റ് ചേഞ്ച് മെയിൻലി യൂഷ്വലി വരാനുള്ള കാരണം ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ, ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ്, ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്,
ഓക്കെ, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ റീസൺ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, എക്സ്ട്രീം വെതർ ഇവന്റ്സ് നടക്കുന്നുണ്ട്. എക്സ്ട്രീം വെതർ ഇവന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ മഴയാണെങ്കിൽ നല്ല മഴ, വെയിലാണെങ്കിൽ നല്ല മഴ, സോറി വെയിലാണെങ്കിൽ നല്ല വെയില്, അതാണ് എക്സ്ട്രീം വെതർ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി അത് കൂടാതെ സീ വാട്ടർ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എക്കോസിസ്റ്റം ഡിസ്ട്രപ്ഷൻ സംഭവിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികൾക്കൊക്കെ പനിക്കുന്നൊക്കെ കണ്ടില്ലേ, ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം മഴ ചെയ്താൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, പനിക്കുന്നൊക്കെ കാണാം അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ചിട്ടാണ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയറിന് പാടുകൾ സംഭവിക്കുക അല്ലെ, അതിന് ഹോൾ വരുമ്പോഴാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ ലൈറ്റ് ആയിട്ടുള്ള അൾട്രാവയലറ്റ് പോലെയുള്ള റേഡിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, എർത്തിലോട്ട് വരും അല്ലെ. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ളത്, അതിൽ നിന്നൊക്കെ നമ്മളെ ലിവിംഗ് ബീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഓസോൺ ലെയറിന്റെ ഡ്യൂട്ടി. അപ്പൊ അതിന് ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹാർംഫുൾ റേഡിയേഷനൊക്കെ നമ്മുടെ എർത്തിലോട്ട് വരും. മെയിൻലി ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുന്നത് ഫ്ലോറോ കാർബൺസിന്റെ ഇൻക്രീസ് ത്രൂ ഹാലോൺസ്, അതർ ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസ് ത്രൂ ഒക്കെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലം ആണ് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ എർത്തിന്റെ കൂടെ പ്രസിപ്പിറ്റേഷൻ ആയിട്ട് ഭൂമിയിലോട്ട് പതിക്കുന്ന പ്രോസസ്സിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള കാരണം, അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള എലമെന്റ്സ് അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചേരുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അതിന് കാരണമാകുന്നത് ബേണിംഗ് ഓഫ് ഫ്യൂസൽ ഫ്യൂൽ, ഇൻഡസ്ട്രിയൽ പ്രോസസ്, വെഹിക്കിൾ എമിഷൻസ്, കെമിക്കൽ റിയാക്ഷൻ ഇൻ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അതിന് കാരണമായിട്ട് മാറുന്നത്. ആസിഡ് റെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അത് കൺട്രോൾ ചെയ്യാനുള്ള എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്നുള്ളതാണ്. അതായത് നമ്മള് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ കൊണ്ടോ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ, പൊല്യൂഷൻ കൊണ്ടോ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ഇൻവേസീവ് സ്പീഷീസിന്റെ കടന്ന് കയറ്റം കൊണ്ടോ ഒക്കെ ഏതെങ്കിലും ഒരു സ്പീഷീസിന്, അല്ലെങ്കിൽ സ്പീഷീസ് മീൻസ് പ്ലാന്റ്സ് ഓർ ആനിമൽസ്, ഏതെങ്കിലും ഒന്നിന് പെർമനന്റ് ആയിട്ട് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയാം. എക്സ്റ്റൻഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്ത് പോകുന്ന സ്പീഷീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ലോസ് ത്രൂ നമുക്ക് ഒരു പരിധി വരെ എക്സ്റ്റൻഷൻ പ്രിവെന്റ് ചെയ്യാം. ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ടുവരിക, അതുപോലെ റിസ്റ്റോറേഷൻ പ്രൊജക്ടുകൾ, പബ്ലിക്കിന് അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എക്സ്റ്റൻഷൻ ഒരു പരിധി വരെ കുറക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിപ്പോ ഒരുപാട് മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഈ പ്രോബ്ലംസിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നമുക്ക് ഇന്ന തന്നെയാണ് ഇമ്പോർട്ടൻസ് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് പഠിക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലോസിന്റെ പാർട്ട് സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരിക്കലും അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത് ഉറപ്പ് പറയുന്നില്ല കേട്ടോ. യൂഷ്വലി ആ ഒരു പാറ്റേണിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി എടുത്താലും നിങ്ങൾക്ക് നല്ല രീതിക്ക് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്രയും മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണുള്ളത്. ഈ പ്രോബ്ലംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എർത്തിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ലോസുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ലോസുകളിലൂടെ, ലെജിസ്ലേഷനിലൂടെ നമുക്ക്, അതായത് ഡിഫറെന്റ് ആക്ടുകളിലൂടെ, നോട്ടിഫിക്കേഷൻസ്, അമെന്റ്മെന്റ്സ്, റൂൾസുകളിലൂടെ ഒക്കെ ഇങ്ങനെയുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ പറ്റൂലെ. അല്ലെങ്കിൽ നമുക്ക് ചില എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസ് ഉണ്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലെയുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസീസിലൂടെയും നമുക്ക് ഈ ഒരു പ്രോബ്ലംസിനെ, എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇമ്പോർട്ടന്റ് ആക്ടുകൾ നോക്കുകയാണെങ്കിൽ വാട്ടർ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ എയർ ആക്ട് എന്ന് പറയും,
എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഫാക്ടറി ആക്ട് നിലവിൽ വന്നത് 1948 അതായത് ഫാക്ടറീസിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസിന് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഗ്യാസസിലൊക്കെ ഇന്ന എമൗണ്ട് എത്ര ഉണ്ടാവാൻ പാടുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സുകളൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന എയർ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട്, അതുപോലെ ഫാക്ടറിയിൽ നിന്ന് പുറത്തുള്ള എല്ലാ ടൈപ്പ് ഓഫ് എഫ്ലുവന്റിനെയും ബേസ് ചെയ്തിട്ട് അതിന് വേണ്ട മിനിമം ക്ലീൻലിനെസ് എന്നുള്ള ലെവലില് ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആക്ട് ആണ് ഫാക്ടറി ആക്ട് കേട്ടോ. ഇനി എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ട് ഉണ്ട്. മെയിൻലി അഫോറസ്റ്റേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ അവർക്ക് വരുന്ന പ്രോബ്ലംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും, അങ്ങനെ ബേസിക് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻവയോൺമെന്റൽ ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന റീപ്ലാന്റ് ചെയ്യുക, അങ്ങനെ ഫോറസ്റ്റ് മേക്ക് ചെയ്യുക, ആ ഒരു ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആക്ട് ആണ് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ട്. ഇനി ഫോറസ്റ്റിനെ സെപ്പറേറ്റ് കെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് അതിനെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ആക്ട് ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ആക്ടിലാണ് നമ്മൾ എത്ര എമൗണ്ട് ട്രീ ആണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക, ഹിൽസിൽ 10 hectares ആൻഡ് പ്ലെയിൻസിൽ 25 hectares, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോസുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ആക്ടിന്റെ അണ്ടറിലാണ് കേട്ടോ. ഇനി നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ആക്ട് ഉണ്ട്, എയർ പൊല്യൂഷൻ ആക്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ആക്ടുകളെ കുറിച്ചിട്ട് യൂഷ്വലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സെപ്പറേറ്റ് ചോദിക്കാറുണ്ടോ? സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. റൈറ്റ് ആൻ എസ്സേ അബൌട്ട് NGT ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്നുള്ള ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് പിന്നെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എലാബറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ലോസുകൾക്കും ഒരു ഔട്ട്ലുക്ക് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ടിന്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അതിൽ മെയിൻ റോൾ വരുന്നത് എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ടുകളിലൊക്കെ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റൽ ലോസുകളൊക്കെ എൻഫോഴ്സ് ചെയ്യുക, അതുപോലെ സ്പീഡി ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് NGTയുടെ മെയിൻ റോളുകൾ കേട്ടോ. ഇതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക, റിലീഫ് ആൻഡ് കോമ്പൻസേഷൻ കൊടുക്കുക, അതുപോലെ എൻവയോൺമെന്റൽ ലോസുകൾക്ക് കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ NGTയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇനി നമ്മൾ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെയിൻലി നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലോസുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിഫറെന്റ് സ്റ്റേറ്റുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. അതിന് 7 സോണൽ ഓഫീസേഴ്സും 5 ലബോറട്ടറീസും ഉണ്ട്. ഇനി സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായിരിക്കില്ല. അതായത് ആ ഒരു സ്റ്റേറ്റിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ലോസും കാര്യങ്ങളും ആക്ടുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. നമ്മൾ ഇവിടെ തമിഴ്നാട് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. TNPCB തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക കേട്ടോ. ഫങ്ഷൻസ് വരുന്നത് ഗ്രാൻഡ് പെർമിഷൻസ് കൊടുക്കുക, അതുപോലെ അതായത് ബേസിക് ആയിട്ടേ നമ്മുടെ ഈ ഫാക്ടറികളായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കോമൺ ആളുകളായിട്ട് നമുക്കൊന്നും കൂടെ അടുത്ത് വരുന്നത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിരിക്കില്ല. അപ്പൊ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടുകളൊക്കെ നടപ്പിലാക്കുക, അതൊക്കെ ആക്ടുകളൊക്കെ ഫോം ചെയ്യാന്നുള്ളത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെതും അത് നടപ്പിലാക്കുക എന്നുള്ളത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ആ ഒരു പാറ്റേണിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും.
നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പാർട്ടാണ് NGO. NGO മീൻസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. നമ്മുടെ നാട്ടില് ഗവൺമെന്റ് CNCB സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ത്രൂ ആണ് നമ്മൾ നേച്ചറിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഇനി ഗവൺമെന്റ് അല്ലാതെ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ചില ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എൻവയോൺമെന്റൽ കൺസർവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് മെയിൻലി അവരുടെ ഒരു റോള് വരുന്നത് മെയിൻലി പബ്ലിക് അവയർനെസ്, എൻവയോൺമെന്റൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, എൻവയോൺമെന്റൽ പോളിസീസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഈ ഗവൺമെന്റിനും അതുപോലെ കോമൺ പീപ്പിളിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെയാണ് NGOയുടെ മെയിൻ റോളുകൾ വരുന്നത് കേട്ടോ. NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പം ജനങ്ങളുമായിട്ട് ഒന്നും കൂടെ അവർ അടുത്ത് ഇരിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഗവൺമെന്റിന് എന്തെങ്കിലും ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ NGOയുടെ ഹെൽപ്പോട് കൂടെ അത് കോമൺ ആളുകളിലോട്ട് എത്തിക്കാറുണ്ട്. NGO എന്ത് ചെയ്യാറുണ്ട്, പീപ്പിളിനും അതുപോലെ ഗവൺമെന്റിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടൊക്കെ നോക്കിയ. ഇനി നമുക്ക് കുറച്ച് ഇന്റർനാഷണൽ NGOs, ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്ക, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, കൺസർവേഷൻ ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. നമ്മളവിടെ NGOനെ കുറിച്ചിട്ട് ചെയ്താന്ന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പൊല്യൂഷൻ, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് IUCN കുറിച്ചിട്ട്, അതുപോലെ WWF കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ടും എസ്സേക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. എൻവയോൺമെന്റൽ ഫൗണ്ടേഷൻ ആഫ്രിക്ക എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1992 അതിന്റെ മെയിൻ എയിം വരുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ സസ്റ്റൈനബിൾ എൻവയോൺമെന്റൽ മാനേജ്മെന്റിനെ എൻകറേജ് ചെയ്യാന്നുള്ളതാണ്. അത് മെയിൻലി വർക്ക് ചെയ്യുന്നത് സൈറ ലിയോണിലും ലൈബീരിയയിലൊക്കെയാണ് കേട്ടോ. ഇനി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF 1961 ഫൗണ്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഇനീഷ്യലി അത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്, ഇന്ത്യയിലുള്ളത് കേട്ടോ. അപ്പൊ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്ന നോൺ ഗവൺമെന്റൽ ഇന്റർനാഷണൽ ലെവലിലുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കൺസർവേഷൻ ഇന്റർനാഷണൽ. കൺസർവേഷൻ ഇന്റർനാഷണലിന്റെ മെയിൻ ഫങ്ഷൻസ് വരുന്നത് ഫോറസ്റ്റിനെ, ലാൻഡ് ഏരിയാസിനെ, ഓഷ്യൻസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ഗവൺമെന്റും കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പോളിസീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി CAയുടെ ഈ ഒരു സ്ലോഗൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മേക്ക് കൺസർവേഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ടു ബെനിഫിറ്റ് എവ്രിവൺ എവ്രിവർ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുന്ന എസ്സേ ഒക്കെ കൺക്ലൂഡ് ചെയ്യുന്നിടത്തൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഗ്രീൻ പീസ് ആണ് ഇന്റർനാഷണൽ ഏജൻസി ആയിട്ട് വരുന്നത്. ഗ്രീൻ പീസിന്റെ മെയിൻ മിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ ഒരു ക്ലീൻ എനർജി എന്നുള്ള ലെവലിലോട്ട് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ആൻഷ്യൻ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ഓഷ്യൻ അതുപോലെ മറൈൻ ലൈഫിനൊക്കെ സേവ് ചെയ്യുക, അതുപോലെ കൊമേഴ്ഷ്യൽ വെയിലിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ ന്യൂക്ലിയർ ത്രെറ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് മിഷൻ ഗ്രീൻ പീസിന്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പഠിച്ച സമയത്ത് WWF അതുപോലെ IUCN ആണ് എസ്സേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നോക്കി പോവാ.
ആൻഡ് ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് വരുന്നത് ബയോഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ വൈൽഡ് ലൈഫ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, റിസർച്ച്, അതുപോലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുക, ഗവൺമെന്റിനും അതുപോലെയുള്ള ഓർഗനൈസേഷൻസിനും ഒക്കെ അഡ്വൈസ് കൊടുക്കുക, എൻവയോൺമെന്റൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് IUCNന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, യൂണിറ്റ് 5, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ സ്കൂൾ കരിക്കുലം. എങ്ങനെയാണ് സ്കൂൾ കരിക്കുലത്തിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിപ്പോ എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യുക, അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ ലോസുകൾ യൂസ് ചെയ്യാം, ഏതൊക്കെ ഏജൻസീസ് ആണ് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി എങ്ങനെയാണ് നമ്മളത് സ്കൂൾ കരിക്കുലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എങ്ങനെയാണ് സ്കൂളിലൂടെ നമുക്ക് കുട്ടികൾക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് 5th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽ, അതായത് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി അങ്ങനെ ഓരോ ലെവലിലും എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അപ്രോച്ചസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന കരിക്കുലത്തിൽ എങ്ങനെയാണ് നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. പ്രൊജക്ട് മെത്തേഡ്, സെമിനാർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ് അങ്ങനെയുള്ള അപ്രോച്ചുകളെയാണ് അതിന് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ റോൾ ഓഫ് NCERT ആൻഡ് CEE ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പൊ ഫസ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവലുകളാണ് അല്ലെ. അപ്പൊ പ്രൈമറി സ്റ്റേജിൽ എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, ലോവർ സെക്കൻഡറി സ്റ്റേജിൽ എങ്ങനെയാണ്, ഹയർ സെക്കൻഡറി സ്റ്റേജിൽ എങ്ങനെയാണ്, കോളേജ് സ്റ്റേജിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രൈമറി സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക, ചെറിയ കുട്ടികൾക്ക് തന്നെ നമ്മൾ വലിയ കൺസെപ്റ്റുകളൊന്നും കൊടുക്കില്ല അല്ലെ. എന്താണ് എൻവയോൺമെന്റ്, എന്താണ് അവർക്ക് ചുറ്റും കാണുന്നത് എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. നമ്മളൊരു ആപ്പിൾ കാണിച്ചു കൊടുത്തിട്ട് ഇത് ആപ്പിളാണ്, ഇതിന് ഇന്ന പ്രത്യേകതകളൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും ഒരു പ്ലാന്റിനെ കാണിച്ചു കൊടുത്തിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെയാണ്, ഇത് പ്ലാന്റിന്റെ റൂട്ടാണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറി സ്റ്റേജിൽ ചെയ്യുക അല്ലെ. ഇനി ലോവർ സെക്കൻഡറി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ചും അതിന്റെ കൺസർവേഷൻ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക അതൊക്കെയെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് ഒരു ചെറിയ ഐഡിയ കൊടുക്കും അല്ലെ. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ, ജനറൽ സയൻസ് പോലെയുള്ളതിലൂടെ നമ്മൾ കുട്ടികൾക്ക് ഫീൽഡ് ഹിസ്റ്ററി അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒരു ഐഡിയ കൊടുക്കും. മനസ്സിലാക്കേ. ഓക്കെ, ഇനി ഹയർ സെക്കൻഡറി സ്റ്റേജിലോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺസർവേഷൻ ചെയ്യേണ്ടത്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെ പ്രോബ്ലംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹയർ സെക്കൻഡറി സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആൻഡ് സയൻസ് ബേസ്ഡ് ലേണിംഗ്, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്, ഫീൽഡ് വർക്കിനൊക്കെയാണ് നമ്മൾ ഹയർ സെക്കൻഡറി സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. ഇനി കോളേജ് സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, കൺസർവേഷൻ, എൻവയോൺമെന്റൽ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെയാണ് നമ്മൾ കോളേജ് ലെവലിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രോച്ചസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെയാണ് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന അപ്രോച്ചുകൾ കേട്ടോ. അപ്പൊ അപ്രോച്ചുകൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ പ്രൊജക്ട് മെത്തേഡ്, സെമിനാർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ് ഒക്കെ ഏതുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അപ്രോച്ചസ് ഇൻ പ്രൊവൈഡിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ചോദിക്കുമ്പോൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കാം. അതായത് സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റുകളിൽ നിന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെ പഠിപ്പിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെ അതായത് എക്സിസ്റ്റിംഗ് സബ്ജക്റ്റുകളിൽ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചുകളിലൂടെയും നിങ്ങൾക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ
പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബോട്ടണിയിലൂടെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക, സുവോളജിയിൽ എങ്ങനെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളിലൂടെയും എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കാം. ആൻഡ് ഓൾറെഡി എല്ലാ സബ്ജക്റ്റിലും ഇൻഫ്യൂസ് ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഒക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാം. ആൻഡ് ഒരു കോർ കരിക്കുലം സബ്ജക്റ്റ് ആയിട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ നമ്മൾ മാത്സിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ആ ഒരു ഇമ്പോർട്ടൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. പ്രോസസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കരിക്കുലം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ലെവലുകളിലും എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ ടീച്ച് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്, ഇന്നോവേറ്റീവ് മെത്തേഡുകൾ. അപ്പൊ ഇന്നോവേറ്റീവ് മെത്തേഡ് നമുക്ക് കാണുമ്പോൾ എന്താന്ന് വിചാരിക്കേണ്ട, നമ്മുടെ ഡിസ്കഷൻ മെത്തേഡ്, അതുപോലെ പ്രൊജക്ട് മെത്തേഡ്, സെമിനാർ ഒക്കെയാണ് ഇന്നോവേറ്റീവ് മെത്തേഡുകളിൽ നിങ്ങൾ എഴുതേണ്ട. വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കാം. ആൻഡ് ഫീൽഡ് ട്രിപ്പിലൂടെ നമുക്ക് ഫീൽഡ് സർവേയിലൂടെയൊക്കെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതൊക്കെയാണ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള പാർട്ടിൽ വരുന്നത്. ഓക്കെ, പ്രൊജക്ട് മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അണ്ടറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് റോൾ ഓഫ് NCERT ആൻഡ് റോൾ ഓഫ് CCE ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. CEE എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അത് മെയിൻലി ഇതിന്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ മെയിൻ എയിം വരുന്നത്. ആൻഡ് അതിന് ബാംഗ്ലൂരിലും ഗുവാഹത്തിയിലും ലക്നൌവിലൊക്കെ റീജിയണൽ സെൽസുകൾ ഉണ്ട്. ഇന്റർനാഷണൽ ഓഫീസ് വരുന്നത് ഓസ്ട്രേലിയയിലും ശ്രീലങ്കയിലൊക്കെയാണ് കേട്ടോ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ്, നാച്ചുറൽ സ്റ്റഡീസ് അങ്ങനെയുള്ള ഡിഫറെന്റ് സബ്ജക്റ്റുകളിലൂടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് മെയിൻ ഗോളുകൾ നോക്കുമ്പോൾ എൻവയോൺമെന്റൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സുകൾ പബ്ലിഷ് ചെയ്യുക, പോസ്റ്റേഴ്സ് കൊടുക്കുക, എൻവയോൺമെന്റൽ പാക്കേജുകൾ കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് CEയുടെ മെയിൻ ഗോളുകളിൽ വരുന്നത്. ഓക്കെ, ഈ ട്രസ്റ്റ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി NCERTയുടെ റോള് നമ്മൾ നോക്കുമ്പോൾ NCERT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അത് മെയിൻലി അതിന്റെ ഒരു ഫംഗ്ഷൻസ് വരുന്നത് ക്വാർട്ടർലി ജേർണൽ, സയൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വാർട്ടർലി ജേർണൽസുകളൊക്കെ പബ്ലിഷ് ചെയ്യുക, നാഷണൽ സയൻസ് എക്സിബിഷൻസ് നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ്സ് ഡെവലപ്പ് ചെയ്യുക, അത് സ്കൂളുകളിൽ കാണിച്ചു കൊടുക്കുക. ആൻഡ് സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ്, എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുക, അതൊക്കെയാണ് NCERTയുടെ റോള് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5th ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 5th ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽ, പ്രൈമറി ലെവൽ എങ്ങനെയാണ്, സെക്കൻഡറി ലെവൽ എങ്ങനെയാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് അപ്രോച്ചസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ കരിക്കുലം, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ സെപ്പറേറ്റ് സബ്ജക്ട് ആൻഡ് ആ ഒരു മെത്തേഡുകളൊക്കെ അതിന് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ആ ഒരു പാർട്ടിലാണ് നിങ്ങൾ പ്രൊജക്ട്, ഡിസ്കഷൻ മെത്തേഡ്, സെമിനാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് ഇത് ഞാൻ ഓരോ പാർട്ടും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കണ്ടന്റ് പാർട്ട് ചെയ്തേണ്ടത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതിന്റെ PDF പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാണ് കേട്ടോ.
അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ള ലെവലിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നിങ്ങൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരാറുള്ളതാണ് സ്റ്റാറ്റസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വെക്കുന്നത്, സ്കൂൾ കരിക്കുലത്തിൽ ഏത് ലെവലിലാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിന്റെ അണ്ടർലൈൻ ചെയ്തത്. അതിൽ നിങ്ങൾ NCERT CE ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ PDF പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ഒരു essay ഫോർമാറ്റിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചെയ്യുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻവയോൺമെന്റ് സ്ട്രക്ചർ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് സ്കൂൾ ലെവൽ. അതന്നെ നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽ ആ ഒരു ഫോർമാറ്റിലൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രീ പ്രൈമറി ലെവലില്, പ്രൈമറി ലെവലില്, സെക്കൻഡറി ലെവലില്, ഹയർ സെക്കൻഡറി ലെവലില് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടീച്ചിങ് മെത്തേഡ്സുകൾ, ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, ഫീൽഡ് ട്രിപ്പ്, ഡെമോൺസ്ട്രേഷൻ, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഓഡിയോ വിഷ്വൽ എയ്ഡ്, ICT ബേസ്ഡ് ലേണിംഗ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് അതൊരു സെപ്പറേറ്റ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് മെത്തേഡ് കൊടുക്കാം, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ABL കൊടുക്കാം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കാം, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് കൊടുക്കാം, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പൊ എന്താണ് പൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുക്കാം. മീനിങ് ഓഫ് പൊല്യൂഷൻ, ഡെഫിനിഷൻ ഉണ്ടാവില്ല, മീനിങ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ കൊടുക്കാം. പിന്നെ ഓരോ ടൈപ്പുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എയർ പൊല്യൂഷൻ എങ്ങനെ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും സ്പെസിഫിക്കലി പറയായിരിക്കും വാട്ടർ പൊല്യൂഷൻ. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് വാട്ടർ പൊല്യൂഷൻ ആ ഒരു പാറ്റേണിലാണ് എഴുതുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ലെവലിലുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കുട്ടികൾക്ക് നമ്മൾ PDF ഷെയർ ചെയ്യാം, അല്ലാതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ എന്നുള്ള പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ എന്താണ് ഡീഗ്രേഡേഷൻ, ഹസാർഡ്സ്, എന്തൊക്കെയാണ് അതിന്റെ അതുകൊണ്ടുള്ള പ്രോബ്ലംസ്, എങ്ങനെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ അറ്റൻഡ് ചെയ്തേണ്ടത്. ഓക്കെ, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഡിറ്റീരിയേഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഡിഗ്രേഡേഷൻ എന്ന് പറയാല്ലേ. ഇനി എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ is a natural or human-made event or condition that has a potential to cause damage to people, property or environment. നമ്മൾ പറയാം അപകട സൂചന എന്നൊക്കെ പറയൂല്ലേ. അതായത് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളത് മെയിൻ ചെയ്തില്ല എന്നാണെങ്കിൽ അത് ഡിസാസ്റ്ററിലോട്ട് നയിക്കും. ഓക്കെ, എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ അപകട സൂചന, അപായ സൂചന എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം. അത് എന്തിന്റെങ്കിലും ഒക്കെ ഒരു വലിയൊരു ഡിസാസ്റ്ററിന് നമുക്ക് തരുന്ന ഒരു എന്താ പറയാ, അതിന് നമുക്ക് തരുന്ന ഒരു സൂചനയായിരിക്കും. ഓക്കെ, ഹസാർഡ്സുകൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹസാർഡ്സിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസാസ്റ്റേഴ്സ് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ
റെഗുലർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓരോ പാട്ടുകളും മാക്സിമം നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ആൻസർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം വീണ്ടും ആൻസർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പാറ്റേൺ പറയുന്നത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന പാർട്ടിൽ നിന്ന് വരും എന്നുള്ളത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും ഓൾമോസ്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇന്ന പാർട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കണം എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം നോക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ഒരു പ്രാവശ്യം കൂടെ പറയാം, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് എന്നുള്ള പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ഫോക്കൽ ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള പാർട്ടിൽ നിന്നുമാണ് എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ഗ്രോയിങ് എനർജി നീഡ്സ് എന്നുള്ള പാർട്ടിൽ നിന്ന് എനർജി റിസോഴ്സസ്, എല്ലാ എനർജി റിസോഴ്സസും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കൂടെ യൂഷ്വലി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള എനർജി റിസോഴ്സുകളാണ് വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സ് ആൻഡ് ഓൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് തേർഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അങ്ങനെയുള്ള മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് പോളിസീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. യൂഷ്വലി ചോദിച്ചു കണ്ടിട്ടുള്ളത് മേജർ പ്രോബ്ലംസിന്റെ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ആൻഡ് പോളിസീസ് ലോസ് അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പാറ്റേണിലാണ് യൂഷ്വലി ഉണ്ടാവാനുള്ളത് കേട്ടോ. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ മെയിൻലി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെന്റ് ലെവൽ, അപ്രോച്ചസ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കരിക്കുലം ആൻഡ് റോൾ ഓഫ് NCERT ആൻഡ് CE. ഈ പാർട്ടിൽ നിന്നൊക്കെയാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൈസായിട്ട് പഠിച്ചു പോകാട്ടോ. നമ്മൾ എല്ലാ പോയിന്റ്സും പഠിക്കാൻ നിന്നാലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ എല്ലാ പോയിന്റ്സും പഠിക്കാന്നുള്ളതിലുപരി നിങ്ങൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഹാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു പാറ്റേണിലാണ് യൂഷ്വലി തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ സെമിസ്റ്റർ ബേസിസിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. എല്ലാ പോർഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ബേസിക് അവയർനെസ് ഉണ്ടാക്കി എടുക്കാൻ നോക്കണം. ഇൻ കേസ് സെക്കൻഡ് ഹാഫിൽ തന്നെ 2 ക്വസ്റ്റ്യനും ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം. ബട്ട് ഏതെങ്കിലും ഒരു പാർട്ടിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് മറ്റേ ഒരു സെക്കൻഡ് പാർട്ടിന് ഒരു ആവറേജ് നോളജ് ഉണ്ടാക്കി എടുക്കാം. ആ ഒരു പാറ്റേൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവർക്കും നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ ലിസണിങ്.